പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ച് ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സാലി ജേക്കബ് ആണ്. തൻ്റെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ സാക്ഷ്യത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സാലി ജേക്കബിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസിയെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എരുമയിൽ നിന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട അച്ചായൻ കഴിഞ്ഞ വർഷം മെയ് മാസം 10-ാം തീയതി കർത്താവിൽ ചേർക്കപ്പെട്ടു. എനിക്കൊരു മോളുണ്ട്. ഒരു കുടുംബമായിട്ട് UK-യിലായിരിക്കുന്നു. അതുപോലെ മോൻ ജോർജിയയിലായിരിക്കുന്നു. മോനിപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മോനും മോളുമാണ് എനിക്കുള്ളത്. ഓക്കെ, പ്രിയ കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കാം. ബാല്യകാലം മുതൽ ഇങ്ങോട്ട് ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, വിദ്യാഭ്യാസ കാലയളവ്, കർത്താവുമായിട്ട് അടുത്തിടപഴകുവാനിടയായി തീർന്നിട്ടുള്ള നല്ല അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബാല്യകാലം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അപ്പനും അമ്മയും അഞ്ച് സഹോദരന്മാരും 4 സഹോദരിമാരും, അങ്ങനെ 9 പേരാണ് ഞങ്ങള് ആയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങള് തെറ്റിപ്പോയി. 5 സഹോദരിമാരും 4 സഹോദരന്മാരും, അങ്ങനെ 9 പേര്. 9 അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഭർത്താമയിലാണെന്ന് പറഞ്ഞാലും എൻ്റെ മാതാവ് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. അങ്ങനെ ഞങ്ങളെ വളരെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നത് കൊണ്ട് കൊച്ചിലെ തൊട്ടേ കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ കുഞ്ഞിനെ മുതലേ യേശുവിനെ ഭയങ്കര സ്നേഹമായിരുന്നു. യേശുവിനോട് എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിന്റെ ആ സ്വർഗത്തിൽ പോകണം, എൻ്റെ കർത്താവിനോട് ആയിരിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് 12-ാം ക്ലാസ് വരെ പഠിക്കാൻ ദൈവം ഭാഗ്യം തന്നു. 10-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ദൈവത്തിന് തീരുമാനമെടുത്തു, കർത്താവേ, എനിക്ക് വിവാഹമൊന്നും വേണ്ട, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ സമർപ്പിക്കാനിടയിൽ തീർന്നു. അങ്ങനെ കർത്താവിനെ വേണ്ടി മാത്രം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ, സ്വർഗം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞാൽ സ്വർഗത്തിൽ പോകണം, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. അപ്പൊ ഈ കർത്താവിനോട് ഇരിക്കുന്ന ആ സന്തോഷം, സ്വർഗത്തിലെ സന്തോഷം എന്താണെന്ന് എനിക്ക് പ്രത്യേക ദർശനമുണ്ട്. കർത്താവിന്റെ ഹൃദയത്തിൽ നരകത്തിന്റെ ഭീകരത അത് കുഞ്ഞിലെ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. അപ്പൊ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. യേശു പണങ്ങുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അതത്ര മാത്രമേ കൊച്ചിലെ അറിയത്തുള്ളൂ. യേശുവിനോട് കള്ളം പറയരുത്, അല്ലെങ്കിൽ പാപവും ചെയ്യരുത്. പാപം ചെയ്യാതെ ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. യേശു അല്ലെങ്കിൽ പിണങ്ങും. യേശു പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയും വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടെ കൊച്ചിലെ തൊട്ട് ജീവിക്കാൻ തുടങ്ങി. പിന്നെയാണ് ഇങ്ങനെ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് നമുക്കറിയാം, രക്ഷയോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വചനത്തിന് ശരിയായിട്ടുള്ള അവസ്ഥകൾ ഇല്ലെങ്കിലും ചെറിയ പ്രാർത്ഥന കൂട്ടായ്മകൾ ഞാൻ പോകുമായിരുന്നു. കൊച്ചു പ്രാർത്ഥന കൂട്ടായ്മകളിൽ പോകുമ്പോൾ അവിടെ ഈ അപ്പച്ചന്മാരൊക്കെ പറയും, യേശു രക്ഷകനായിട്ട് സ്വീകരിക്കാൻ കൈവെക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കൂട്ടായ്മയിലും എന്ത് ചെയ്യും? കൈവെക്കലാണ്. ഹല്ലേലൂയ. ഏത് കൂട്ടായ്മ ചെന്നാലും യേശു രക്ഷകനെ സ്വീകരിക്കാൻ കൈവെക്കാൻ പറയുമ്പോൾ ഞാൻ കൈവെക്കും. ഹല്ലേലൂയ, സ്തോത്രം. അല്ല, ശരിയായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു തരാനായിട്ട് റോമർ 10:9 വാക്യം പറഞ്ഞ് രക്ഷയുടെ ആ ഒരു വചനം ഏറ്റു പറയിപ്പിക്കുകയോ ഒന്നും ചെയ്യിപ്പിക്കാതെ കൈവെക്കുക മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് നടത്തി. എൻ്റെ സഹോദരങ്ങളെല്ലാവരും പലരും ദൈവസന്നിധി വന്ന് എൻ്റെ മൂത്ത ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ആ ബ്രദർ സൗദിയിൽ പോയി. സൗദിയിൽ പോയപ്പോൾ അവിടെ വെച്ച് യേശുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയും അങ്ങനെ ദൈവസന്നിധിയിൽ വരാനായിട്ട് ഇടയായി തീർന്നു. സൗദിയിൽ പാസ്റ്ററായിട്ട് ദൈവം മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ സഹോദരങ്ങളെ ഒക്കെ ദൈവം
വിളിച്ച് വേദനിച്ചു. പലരും സ്നാനപ്പെട്ട് കർത്താവിൽ ആയിത്തരടിയായി തീർന്നു. ചിലർ 2-3 സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ട് ഈ അനുഭവത്തിലേക്ക് എത്താൻ ഇടയാകാഞ്ഞത്. ബാക്കി എല്ലാവരെയും കർത്താവ് യേശുവിൽ കൊണ്ടുവന്നു. എൻ്റെ അമ്മ സ്നാനപ്പെട്ട് AG ചർച്ചിൽ പോയി. ഹല്ലേലൂയ, സ്തോത്രം. അച്ഛന്, എൻ്റെ ഫാദറിന് അത് സാധിച്ചില്ല. പക്ഷെങ്കിൽ എൻ്റെ മദറിന് AG ചർച്ചിൽ സ്നാനപ്പെട്ട്, തിരുവനന്തപുരം AG ചർച്ച്, അവിടെ സ്നാനപ്പെട്ട് അമ്മ വളരെ ദൈവകൃപയിൽ അമ്മ കർത്താവിന് ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ കുടുംബം ഇങ്ങനെ പ്രകാരം സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ആയിത്തീർന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ 12ാം ക്ലാസ് ഞാൻ കഴിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹം പെട്ടെന്ന് എനിക്ക് മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വിവാഹത്തിന്റെ വിഷയം കടന്നു വരുന്നത്. അങ്ങനെയാണ് ബഹറിൽ നിന്ന് അച്ചായൻ, ബഹറിലുള്ള ഒരു സഹോദരനാണ് എന്നെ വിവാഹം കഴിക്കാനായിട്ട് കടന്നു വന്നത്. ആളെന്ന് പറഞ്ഞാൽ യാക്കോബ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ നമുക്കറിയാം, വേണ്ടും പോലെ ഒന്നും വചനമൊന്നും വാസ്തവമായിട്ട് അറിയത്തില്ല. അവരെല്ലാം വായിച്ചാണ് വാസ്തുതയെല്ലാം ചെയ്യുന്നത്. അപ്പം എല്ലാം വായിക്കുന്നുള്ള അല്ലാതെ യാതൊരു വിഷയവും അറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് എന്റെ ജീവിതത്തിൽ കർത്താവ് മാത്രം മതി, കർത്താവിനെ വിവാഹം വേണ്ടെന്നൊക്കെ തീരുമാനമെടുത്തവളാണ്. പക്ഷെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുപോകാനായിട്ടൊരു സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു. ഹല്ലേലൂയ. എങ്ങനെയാണെന്ന് നമുക്ക് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. കാരണം ആ കുടുംബത്തെ പിടിവിച്ചെടുക്കുവാനായിരിക്കാം ദൈവം നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു ഉദ്ദേശമായിരുന്നു ആച്ചാര്യ ദൈവത്തിനെ കൊണ്ടുവന്നിട്ട് അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണമാണ് എന്നെ അവിടെ കർത്താവ് പ്രകാരമാക്കി തീർത്തത്. സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ബഹറിന്റെ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരു വർഷത്തിനകം തന്നെ ബഹറിൽ തന്നെ കടന്നു ഇടയായി തീർന്നു. അവിടെ വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ കൂട്ടായ്മകളിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. അച്ഛന് യാതൊരു പ്രശ്നവും ഇല്ല, കൂട്ടായ്മയിലൊക്കെ കൊണ്ടുവിടും, എന്നാൽ അച്ഛൻ വരത്തില്ല. അങ്ങനെയായിരുന്നു. കാരണം ചാക്കോക്കാരെ അങ്ങനെയാണല്ലോ. ഞാൻ കൊച്ചിലെ തൊട്ട് ഈ ദൈവസ്നേഹം ഉള്ളവളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എന്നെ കൊണ്ട് കൂട്ടായ്മയിലൊക്കെ വിടും. പക്ഷെ അച്ഛൻ വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ കൂട്ടായ്മകളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അവിടെ വെച്ചാണ് യഥാർത്ഥമായ രക്ഷ ഞാൻ ഏറ്റുപറഞ്ഞത്. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയണമെന്നുള്ള ആ ഒരു അനുഭവം റോമർക്കിലെ 10:9 വാക്യപ്രകാരം എന്റെ കർത്താവിനെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ ഹല്ലേലൂയ ആ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം യഥാർത്ഥ വചനം പറഞ്ഞ ആ കർത്താവിൽ ആ ഹൃദയത്തിലേക്ക് യേശു വന്ന ആ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ പാടുന്ന ഒരു ഗാനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശാരോനിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി, 10,000 ഏറ്റവും സുന്ദരനെ, 10,000 ഏറ്റവും സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കമെന്നേറ്റതാ, ശാരോനിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി, 10,000 ഏറ്റവും സുന്ദരനെ, 10,000 ഏറ്റവും സുന്ദരനെ. ഈ 10,000 ഏറ്റവും സുന്ദരനായ എന്റെ പ്രാണപ്രിയൻ എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഉണ്ടായ ആനന്ദം അത് പറയുവാൻ, ഹല്ലേലൂയ, നമുക്ക് വർണ്ണിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എന്റെ പ്രാണപ്രിയനെ കുറിച്ച് എനിക്ക് പറഞ്ഞുകൊണ്ട് നടക്കണം. ഇത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. എങ്ങനെയെങ്കിലും എന്റെ ശൂലേഖ പറഞ്ഞതുപോലെ എന്റെ പ്രിയൻ അതിസുന്ദരൻ, അവൻ 10,000 അതിശ്രേഷ്ഠൻ എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ആ പ്രിയനെ ഉയർത്തിക്കൊണ്ട് നടക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. ആത്മീയ വിഷയം മാത്രമായിരുന്നു എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ആഗ്രഹിക്കപ്പെട്ട അവസ്ഥ. എന്റെ അകത്തെ മനുഷ്യൻ ക്ഷീണിക്കരുത്, അതെന്റെ ജീവിതത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരിക്കലും അകത്തെ ഇന്നർമേൻ ഹല്ലേലൂയ ക്ഷീണിക്കരുത്. ഹല്ലേലൂയ അതൊരിക്കലും അതെ എപ്പോഴും ശക്തമായി നിൽക്കണം. എപ്പോഴും അത് പ്രാർത്ഥനയിൽ അതെ ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കത്തക്ക വിധത്തിൽ മുന്നേറണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കൂട്ടായ്മകളിലും ഞാൻ കടന്നു പോകാനിടയെ തീർന്നു.
ഒരു ദിവസം അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താപ്പച്ച ഇനി സ്വർഗത്തിൽ വരാൻ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി രക്ഷ ഏറ്റു പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? സ്വർഗത്തിൽ വരാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ കൊച്ചിനെ എന്താ അറിയാവുന്നത്? ഒന്നറിയായിരുന്നു, പാപം ചെയ്യരുത്, ഹല്ലേലൂയ, കള്ളം പറയരുത്, അല്ലെങ്കിൽ യേശുവിന് ഇഷ്ടമല്ലാത്തത് ഒന്നും ചെയ്യരുത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് മനസ്സിലായി രക്ഷിക്കപ്പെടണം, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്ന് മനസ്സിലായി. കർത്താവ് ഇനി എന്തോ ചെയ്യേണ്ടത്? കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം എനിക്ക് സ്നാനപ്പെടണം എന്ന് എന്റെ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാ. അത് നമ്മൾ അല്ലെങ്കിൽ പ്രസംഗം കേട്ടൊന്നുമല്ല, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടപെടുകയാണ്. നീ സ്നാനപ്പെടണം, അത് കിച്ചണിൽ നിൽക്കുമ്പോൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ സ്നാനപ്പെടണം എന്ന് ഇങ്ങനെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ വചനം യഥാർത്ഥമായി മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് ആരുണ്ട് ഇവിടെ സ്നാനപ്പെടുവാൻ? ഇന്ന് ഇവിടെ സ്നാനമുണ്ട്. ഹല്ലേലൂയ, ആരെങ്കിലും സ്നാനപ്പെടുവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാനിടയെ തീർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇന്ന് എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഇന്ന് കർത്താവിന് അവസരമായിരിക്കും. ഈ അവസരം ഞാൻ നഷ്ടമായി കളഞ്ഞാൽ, ഹല്ലേലൂയ, ഇതാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം എന്ന് പറഞ്ഞതുപോലെ ഇന്ന് എന്റെ അവസരം ആണോ? അന്നെങ്കിൽ ഇന്ന് എനിക്ക് സ്നാനപ്പെടണം എന്ന് ഞാൻ ചിന്തിച്ചു. ഉടനെ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇല്ല, അച്ഛനോട് ചോദിക്കാതെ സ്നാനപ്പെട്ടാൽ പ്രശ്നമല്ലേ, ബുദ്ധിമുട്ടല്ലേ, എന്തെങ്കിലും വിഷയം ഉണ്ടാകുമോ എന്ന് ഇങ്ങനെ ഹൃദയത്തിലോട്ട് വന്നു. ഹൃദയത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് കർത്താവ് ഒരു വിഷയം എന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മുമ്പിലത്തെ ആഴ്ച ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരു സഹോദരൻ കടന്നു വന്നു. അപ്പോൾ ദൈവദാസൻ പറഞ്ഞു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഇന്ന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ആഴ്ചയാകട്ടെന്ന് ആ മകൻ പറഞ്ഞപ്പോ എന്തെന്നറിയാമോ? വരുന്ന ആഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ ആ മകൻ ഒരു ട്രക്ക് ആക്സിഡന്റിൽ ബഹ്റൈനിൽ മരിക്കുവാനിടയായി തീർന്നു. ഒരു വർഷം കല്യാണം വിവാഹം 1 വർഷമായതേ ഉള്ളൂ. ആ മകൻ മരണപ്പെട്ടു. ഇത് പെട്ടെന്ന് ഒരു ഹൃദയത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, നാളെ എന്നൊരു ദിവസം വെക്കുവാൻ നമുക്കില്ല. ഇന്നാണ് നിന്റെ മരണമെങ്കിൽ നീ എങ്ങനെ സ്വർഗത്തിലോട്ട് പോകും? നിന്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചിട്ട് നിനക്ക് സ്നാനപ്പെടാൻ ഹല്ലേലൂയ കഴിയുമോ? ഹല്ലേലൂയ, ഈ ചോദിക്കാനായിട്ട് പോകുന്ന പോക്കിൽ നീ മരിച്ചാൽ നിനക്ക് സ്നാനപ്പെടാൻ സാധിക്കുമോ? ഹല്ലേലൂയ, നീ സ്വർഗത്തിൽ പോകുമോ? എന്റെ മനസ്സിൽ ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഒരു ബോംബ് തറക്കുകയാണ്. പെട്ടെന്ന് അറിയാതെ എന്റെ കൈ ഉയർന്നു, ഞാനുണ്ട് എന്ന്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഞാനൊന്നും ഒരു ഡ്രസ്സോ ഒന്നും എടുത്തിട്ടില്ല. പെട്ടെന്നാണ് ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറയാനിടയിൽ തീർന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കാനിടയിൽ തീർന്നു. അങ്ങനെയാണ് അവിടെയുള്ള നേഴ്സുമാർ പോയി അവരുടെ ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി സാരമില്ല, അഥവാ ഞാൻ ഇന്ന് തന്നെ അങ്ങ് പറയാൻ പോവാ അച്ഛനോട്. കാരണം പറഞ്ഞ് ഇനി പിടിച്ചു കൊന്നെന്ന് പറഞ്ഞാൽ സാരമില്ല, എന്തോ സ്വർഗത്തിൽ പോകാമല്ലോ, നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗമല്ലേ. അപ്പം ഹല്ലേലൂയ, സ്തോത്രം, എന്ത് വിഷയം വന്നാലും സ്വർഗത്തിൽ പോകാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് ആ ദിവസം തന്നെ ഞാൻ പറയാനിടയിൽ തീർന്നു. ഞാൻ കർത്താവാണ് എനിക്ക് അവസരം തന്നതെങ്കിൽ അച്ഛന്റെ വായെ ദൈവം നിയന്ത്രിക്കും എന്ന് പറയാനിടയിൽ തീർന്നു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഹല്ലേലൂയ, ആ അച്ഛന്റെ വായെ ദൈവം നിയന്ത്രിച്ചു. നിനക്ക് തോന്നിയെങ്കിൽ നീ സ്നാനപ്പെട്ടു, ഞാനെന്ത് ചെയ്യാൻ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പറയാനിടയിൽ തീർന്നു. അങ്ങനെ എന്റെ ദൈവം എത്ര വിശ്വസ്തനാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവിനെ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന നല്ല കർത്താവ് എന്റെ ആഗ്രഹത്തെ ദൈവം സഫലമാക്കത്തത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുകയാണ് അച്ഛന് വേണ്ടി. ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരല്ലോ, അച്ഛൻ സ്വർഗത്തിൽ പോകണ്ടേ. ഹല്ലേലൂയ, ദൈവം എനിക്ക് കൂട്ടായിട്ടുള്ള ദാസൻ ഹല്ലേലൂയ സ്വർഗത്തിൽ വരണം. അതിനുവേണ്ടി ഞാൻ വളരെ വാഞ്ചിയോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ ഈ അവസ്ഥയിലായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? പോയില്ല, ഞാൻ വരത്തില്ല, നീ വെക്കൂ, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? അച്ഛൻ്റെ ഒരു ഡ്രസ്സില് ഒരു ഉടുപ്പ് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ഷർട്ട് ഇട്ട് ഞാൻ പോകുന്ന കൂട്ടായ്മയിൽ ഇന്ന് അച്ഛൻ അവിടെ വന്നിരിക്കുന്നതിനായി സ്തോത്രം എന്ന് ഞാൻ പറയാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അന്നേരം അച്ഛനോട് ഞാൻ പറഞ്ഞു, ദൂതൻ കൊണ്ടുവന്നെങ്കിൽ വന്നേക്കണേ എന്ന് പറഞ്ഞു. ദൂതൻ കൊണ്ടുവന്ന് വന്നേക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ കൂട്ടായ്മയിൽ പോയിരിക്കുകയാണ്. കൂട്ടായ്മയിൽ പോയിരുന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്താ സംഭവിച്ചെന്നറിയാം? നമ്മളെ ഒരു വിഷയത്തിലും
വഴക്കുണ്ടാക്കുകയോ അടിയുണ്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. എല്ലാം കർത്താവിനോടൊക്കെ പറഞ്ഞാൽ മതി. കാരണം പലപ്പോഴും ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ദേഷ്യമാണ് ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ കർത്താവിനോട് പറഞ്ഞ് വിശ്വാസത്തോടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുമെന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി പ്രാർത്ഥനയ്ക്കിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാൻ പോകും. ഞാൻ ഏത് ഷർട്ടിൽ കൈപിടിച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നു, ആ ഷർട്ടിട്ട് അച്ചായൻ അവിടെ ഇരിക്കുന്നതിനായി സ്തോത്രം പറഞ്ഞ് പുറകോട്ട് നോക്കിയും ഏത് ഷർട്ട് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു, ആ ഷർട്ട് ഇട്ടുകൊണ്ട് അച്ചാൻ വന്ന് അവിടെ ഇരിക്കുകയാണ്. ഹാലേലൂയ്യ. ഓ റിഖമന ഘടക ജഗത്വനിയ റബൽഖന. ഓ ഹാലേലൂയ. ഈ വിഷയം പറയുമ്പോൾ വളരെ അങ്ങ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങ് ശക്തീകരിക്കുകയാണ്. ഹാലേലൂയ, സ്തോത്രം. അത് ഓർത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ പ്രവൃത്തി എത്ര വലുതാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാ വന്നത്? എനിക്കറിയത്തില്ല എങ്ങനെയാ വന്നതെന്ന്. വണ്ടിയുള്ള എങ്ങനെയാ വന്നെന്ന് ആളിന് അറിയത്തില്ല. ആളോട് ഇരിക്കുക, കൂട്ടായ്മ അറിയത്തില്ല. ആ കൂട്ടായ്മ പോലും ഈ വഴി അറിയാവുന്ന ആളല്ല. കാരണം അന്ന് വേറൊരു കുടുംബത്തോടൊപ്പമാണ് ഞാൻ പോയത് ആ കൂട്ടായ്മയിൽ. അതെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കൂടുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ഒരു തേഴ്സ്ഡേ നടക്കുന്ന വലിയൊരു മീറ്റിംഗ് ആണ്. എല്ലാവരും ഒന്നിച്ചു കൂടുന്ന വലിയൊരു മീറ്റിംഗിലാണ് പോയിരുന്നത്. പക്ഷെങ്കിൽ അവിടെ ദൈവം കൊണ്ടിരുത്തുവാനിടയെത്തിയത്. അപ്പൊ നമ്മൾ വിശ്വാസത്തോടെ ഹല്ലേലൂയ ആ വിഷയം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവിടെ കൊണ്ടിരുത്തുവാൻ ഇടയായി. സ്തോത്രം. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ അച്ചാനെ ദൈവസേനയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ഒരു മുഖാന്തരം ഒരുക്കിടയായി തീർന്നത്. തലമുറ ഇല്ലാതെ ഹല്ലേലൂയ ദൈവം അത് മുന്നോട്ട് വരടയായി തീർന്നു. തലമുറകൾ ഇല്ലാത്ത അവസ്ഥയായപ്പോൾ ദൈവം ആ വിഷയത്തിലൂടെ അച്ചായനെ മുന്നോട്ട് കൊണ്ടുവരാൻ തക്ക ഒരു മുഖാന്തരമായിട്ട് മാറി. ഞാൻ പ്രാർത്ഥിച്ചതാണ്, കർത്താവേ, എനിക്ക് ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അബോർഷനായിപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിതൊന്നുമല്ല വിഷയം. അച്ചായൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് എനിക്കൊരു കുഞ്ഞിനെ മതി എന്ന് ഞാൻ കർത്താവോട് സമയമൊക്കെ ഇടയായി തീർന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരിക്കലും ദൈവത്തിന് വരത്തില്ല. കുഞ്ഞിനെ കിട്ടിയെങ്കിലും വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, അങ്ങനെ എനിക്കൊരു കുഞ്ഞിനെ തരാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ. അങ്ങനെയാണ് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ദൈവദാസൻ സ്റ്റേജ് ചെയ്യുന്നുണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. ഇപ്പം ഞാനിങ്ങനെ വിശ്വാസത്തിൽ മുന്നോറുന്ന വിഷയമുണ്ട്. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. എപ്പോഴും വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കും. ഈ അബോർഷനൊക്കെ ആയപ്പോൾ ശത്രു എന്ന് പറയുന്നത് അറിയാമോ? നിന്നെ എല്ലാവരും പരിഹസിക്കും, നീ എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? നിന്നെ കണ്ടില്ല, മറ്റുള്ളവരെല്ലാം പരിഹസിക്കും, കുഞ്ഞുങ്ങളില്ലാത്തവളായിട്ട് നീ ജീവിക്കുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവ് എന്നറിയാമോ? കർത്താവ്, നീ വിശ്വാസത്താലും കാണും, നീ വിശ്വാസം അഭിനയിക്കുക. അബ്രഹാം ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചതുപോലെ നീ ആശയോടെ വിശ്വസിച്ച് പ്രഖ്യാപിക്ക്. നിനക്കുള്ളതുപോലെ നീ ഒന്ന് അഭിനയിച്ചു കഴിയുമ്പോൾ സാത്താൻ നിന്റെ അടുക്കൽ നിന്ന് ഓടി മാറാൻ ഇടയായിത്തീരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? മോനെയും മോളെയും വിളിച്ചു വരുത്താന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഞാന് കിച്ചണിൽ നിൽക്കുമ്പോൾ പറയും, മോനെ മോളെ അവിടെ എന്തോ കൊടുക്കുക, വഴക്കുണ്ടാക്കുകയാണോ? ഹല്ലേലൂയ എന്നൊക്കെ ചോദിച്ച് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ശത്രു ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കാനായിട്ട് കടന്നു വരുമ്പോൾ, നിരാശപ്പെടുത്താൻ നോക്കുമ്പോൾ ശത്രു നോക്കുമ്പോൾ ഞാൻ മോനെ വിളിക്കുന്നു, മോളെ വിളിക്കുന്നു. ഇവൻ നോക്കുമ്പോൾ വീട്ടിൽ മോനും ഇല്ല മോളും ഇല്ല. ഇതെവിടുന്ന് ഇവള് മോളെയും വിളിക്കുന്നത്? ഹല്ലേലൂയ. വിശ്വാസത്താൽ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ മോനെയും മോളെയും പേർ ചൊല്ലി വിളിച്ചു. അവിടെ വിളിച്ചപ്പോൾ ശത്രു ചിന്തിച്ചു, ഇനി ഇവിടെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല, ഇനി വേറെ ആശപ്പെട്ടിരിക്കുന്നുണ്ടോ അവളോട്ട് ഓടാമെന്ന് പറഞ്ഞു ശത്രു അങ്ങോട്ട് ഓടി. എന്റെ അടുക്ക് പിന്നെ നിന്നിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വിശ്വാസത്താൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കാൻ തുടങ്ങി, തൊട്ടിലിട്ട് ആട്ടാൻ തുടങ്ങി. ഞാൻ അഭിനയിക്കുകയാണ്, കംപ്ലീറ്റ് അഭിനയമാണ്. അച്ഛനോട് പറയുന്നത് കുഞ്ഞു നടുക്ക് കിടക്കുന്നു, പിന്നെ മുട്ടരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ അഭിനയിക്കാൻ തുടങ്ങി, കംപ്ലീറ്റ് അഭിനയമാണ്. ഹല്ലേലൂയ. ഓരോ അഭിനയങ്ങൾ അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ദൈവം എനിക്കൊരു മകനെ തന്നാൽ ആ മകൻ ഒരു ജോൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുവാൻ ഒരു യോഹന്നാൻ സ്നാപകൻ വന്നതുപോലെ ഒരു ജോണിനെ കർത്താവ് എനിക്ക് തരുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെന്നറിയാമോ? ഈ ജോൺ എന്നുള്ള കാര്യം ഞാനൊരു സ്റ്റിക്കർ ഒരു പേപ്പറിൽ എഴുതി, ഈ സ്റ്റിക്കറെ വൈറൽ ഒട്ടിച്ചു വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒട്ടിച്ചുകൊണ്ട് ഇതൊന്നും അച്ഛൻ അറിയത്തില്ല, ഞാനിങ്ങനെ വിശ്വാസത്താൽ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാനിങ്ങനെ വൈറൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു, ജോൺ. ഹല്ലേലൂയ, ദൈവം എനിക്ക് തരുന്ന കുഞ്ഞ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കും, ഞാനിങ്ങനെ കർത്താവിന് വിശേഷം വല്ലതും ഉണ്ടോ സാരി എന്ന് പറയുമ്പോൾ
ഞാൻ ഈ എന്ന് പറഞ്ഞപ്പം കർത്താവ് ഈ എന്നൊരു വാക്ക് തുറന്നപ്പം കർത്താവിന്റെ ഉള്ളിൽ പറയുക, ഇന്നലെ നീ തൊട്ടിലിട്ടാട്ടിയില്ലയോ, ഇല്ല എന്നൊരു വേട് നിനക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നലെ തോളയിട്ട് ഉറക്കിയില്ലയോ, ഹല്ലേലൂയ, ഇല്ല നീ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു വിശ്വാസത്തിലുണ്ട്, ഹല്ലേലൂയ. അപ്പൊ എന്നാ ഡേറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുറത്തു വരുമ്പം കാണാം. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്താൽ ഉണ്ട്, വിശ്വാസത്താൽ പ്രഗ്നന്റ് ആണ്. ഹല്ലേലൂയ. എന്നാ ഡേറ്റ് എന്നാ, അത് പുറത്തു വരുമ്പം കാണാം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനവുമായിട്ട് ഞാൻ നടന്നു. അവസാനം എല്ലാവരും പറഞ്ഞു, സാരിക്ക് നാളുകളായിട്ടുള്ള ഇങ്ങനെ മെന്റൽ പ്രോബ്ലം ആയതാണ്, മാനസിക രോഗി എന്ന്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ വിധി എഴുതി. എന്നെ ആൾക്കാർ നോക്കി ചിരിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി, കൂട്ടം കൂടി ഇരുന്ന് പരിഹസിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാമോ, ഹല്ലേലൂയ, സാലി ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. ഒരു ദിവസം ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ കടന്നു പോകുമ്പോൾ ആ മീറ്റിങ്ങിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു ദൈവദാസൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഈ കൂട്ടത്തിൽ എന്താ പറയുക, ഒത്തിരി ഒരു 10,000 പേര് കൂടുതലുള്ള ഒരു മീറ്റിംഗ് ആണ്. ആ സ്റ്റേജിൽ ജബാസ്റ്റിൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നൊരു ദൈവദാസൻ ആ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഈ കൂട്ടത്തിൽ തലമുറയില്ലാതെ ഒരു കുടുംബം നിൽക്കുന്നു, അവർക്ക് ദൈവം ഒരു മകനെ നൽകും, അവന് ജോൺസൺ പേരിടണം. ഇപ്രകാരം കൊണ്ട് പറയുകയും ഇലക്ട്രിസിറ്റി അടിക്കുന്ന, ഇങ്ങനെ ഇലക്ട്രിക് കരണ്ട് എന്റെ ശരീരത്തിലേക്ക് അടിക്കുന്ന പോലെ ഞാൻ ഷിവർ ചെയ്യാൻ തുടങ്ങി. അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ മാറാടി എത്തിയത്. സ്വതന്ത്രം. ഞാനിവിടെ ജോണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് വയറയില്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവദാസനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ, എനിക്കും കർത്താവിനും മാത്രം അറിയാം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അവസാനം ഞങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ജേക്കബ് എന്നോ സാലിന്നോ ഒന്നും പറഞ്ഞില്ല. ഈ കൂട്ടത്തിൽ കുടുംബം നിൽപ്പെടെന്നേ പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി, എനിക്കാണല്ലോ ഈ ശക്തി വ്യാപരിച്ചത്. ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ജോൺ എന്നുള്ളത്. ഹല്ലേലൂയ, ജോൺസൺ, കർത്താവ് എനിക്ക് തന്നെ കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മുന്നോട്ട് കടന്നുപോയി. അപ്പം എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കാൻ തുടങ്ങി. ആൾക്കാരെല്ലാം പ്രാർത്ഥനയ്ക്കായി ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിൽപ്പോൾ അച്ഛൻ പറയുന്നത്, നമുക്കൂടെ ക്യൂ നിൽക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന നിൽക്കുകയാണ്. അച്ഛൻ ഒരു സൈഡ് നിൽക്കുന്നത്, ഞാൻ ഒരു സൈഡ് നിൽക്കുന്നു. ഈ ദൈവദാസൻ വന്ന് അച്ഛാന്റെ തലയിലും എന്റെ തലയിലും വന്ന് കൈവച്ചിട്ട് പറയുകയാണ്, നിങ്ങളാണ് ആ കുടുംബം, മറക്കരുത്, അവന് ജോൺസൺ എന്ന് പേരിടണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആ വിശ്വാസത്തിന്റെ ശക്തി, ഹല്ലേലൂയ, സ്തോത്രം, നമ്മള് ആ എഴുതി വെക്കുന്ന ഒരു കർത്താവ് കാണുന്നൊരു അനുഭവം. ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തെ കർത്താവ് എത്ര ഇഷ്ടപ്പെടുന്നറിയാമോ. ഹല്ലേലൂയ, നമ്മൾ വിശ്വസിക്കുമ്പോൾ ശത്രു പലപ്പോഴും ചില വിമർശിക്കും, പക്ഷേ നമ്മൾ തളരാൻ പാടില്ല. അന്ന് തൊട്ട് ഞാൻ ഈ മകനെ തന്നതിനായി സ്തോത്രം പറഞ്ഞുകൊണ്ട്, അല്ലാതെ തരണേ നിന്നെ പറച്ചിലില്ല, പിന്നെ തന്നതിനായി സ്തോത്രം 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 അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കർത്താവ് ദൈവത്തിന്റെ ടൈമിലേ തരത്തുള്ളൂ. ഹല്ലേലൂയ. അത് പറഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞാണ് ഈ മോനെ തരുന്നത്. ഹല്ലേലൂയ, 10 വർഷം എടുത്ത് ഈ മോനെ കിട്ടാൻ. എന്ത് സംഭവിച്ചു? യഥാർത്ഥമായ വേർപാട്ട് ആരാധനയും ഷാരോൻ സഭയിൽ, ബഹ്റിൻ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ദൈവം വാഗ്ദത്ത പുത്രനെ ഞങ്ങൾക്ക് നൽകി തന്നത്. ഹല്ലേലൂയ. അതിനു മുമ്പ് ദൈവം നൽകിയത് മകളെയാണ്. ആദ്യം പറഞ്ഞത്, മോനെപ്പോഴും പറയാറുണ്ട്, ഞാനാ മൂത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ചേച്ചിയല്ല മൂത്തത്, ഞാനാ മൂത്തത്. കാരണം എന്താണെന്നറിയാമോ, എന്തിനാണ് അല്ലെങ്കിൽ കർത്താവ് ആദ്യം പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ രണ്ടാമതാണ് മോളെ ദൈവം തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം മോൻ ഉണ്ടായത് 10 വർഷം കഴിഞ്ഞാണ് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചതിന് ശേഷം. അപ്പൊ അങ്ങനെ കർത്താവിന്റെ വാഗ്ദത്തം. അപ്പം മോൾ 96-ൽ ദൈവം മോളെ ഞങ്ങൾക്ക് ദാനമായി തരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛനെ ദൈവകൃപയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം വലിയൊരു മുഖാന്തരമായിട്ട് ദൈവം മാറ്റുവാനിടയായി തീർന്നു. അച്ഛന് യഥാർത്ഥ ബെന്തിക്കോസിന്റെ അനുഭവം ഒന്നും അച്ഛനൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അനുഭവമല്ലായിരുന്നു. അത്രത്തോളം ഒന്നും നമുക്കറിയാമല്ലോ, ആഴമില്ല. എന്നാൽ ദൈവം, ഞാൻ യഥാർത്ഥമായ കർത്താവ് എന്ത് പറയുന്നു അതിന് എനിക്ക് കർത്താവ് പറയാൻ അപ്പുറത്തോട്ട് ഒന്നുമില്ല. എന്ത് കർത്താവ് പറഞ്ഞോ അത് അനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കും എനിക്കും ആഗ്രഹം എന്തോ, എനിക്ക് എങ്ങനെയെങ്കിലും ഭൂമിയിലെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നടക്കാനല്ല. ഈ കുഞ്ഞുങ്ങളെ കിട്ടുന്നത് തന്നെ പറഞ്ഞാൽ തന്നെ അത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം എടുക്കണം, കർത്താവിന്റെ വലിയ സാക്ഷിയായി തീരണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മള്. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ചെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ബഹ്റിലായിരുന്നപ്പോൾ എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ഈ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകും. ആദ്യം ജോലി ഉണ്ടായിരുന്നു. ആ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ഇവരോടൊക്കെ ഞാനിങ്ങനെ യേശു വലിയവനാണ്, യേശു വലിയവനാണ്, യേശു ഒരു സഹോദരിക്ക് ഇതുപോലെ ആസ്മാ രോഗിയായ സഹോദരിയോട് ഞാൻ പറഞ്ഞു, നിനക്ക് യേശു സൗഖ്യം തരും. ഹിന്ദുവാ പുള്ളിക്കാരി. ആ ഹിന്ദു സഹോദരിയോട് ഞാൻ പറഞ്ഞു, യേശു നിനക്ക് സൗഖ്യം തരുമെന്ന് പറയാം.
നിനക്ക് ആദ്യം ഒരു കുഞ്ഞിനെ തരാൻ പറ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആട്ടം. ഇത് കേട്ടപ്പോൾ എന്റെ ചങ്കിനകത്ത് ഞാൻ സ്വർഗത്തിലോട്ട് അങ്ങ് എത്തി. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ആത്മാവ് സ്വർഗത്തിൽ എത്തിയിട്ട് പോലെ, കർത്താവേ, എന്റെ കർത്താവിനെ ഉയർത്തുവാൻ എനിക്ക് സാധ്യമാകുന്നില്ല. കർത്താവേ, എനിക്ക് കർത്താവിന്റെ സാക്ഷിയായി തീരണമെങ്കിൽ എന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എവിടെ നിൽക്കുന്ന ജോലിക്കാർ തമിഴരൊക്കെ കളിയാക്കുമായിരുന്നു, നിനക്ക് പിള്ളയില്ലേ, പിന്നെ എന്തിനാ നീ കിടന്ന് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ നമ്മളെ ഒരു പരിഹസിക്കുന്ന ഒരു അനുഭവം പോലെ ആക്കി മാറ്റുവാനിടയെ തീർന്നു. എന്നാൽ ആ ജോലി സ്ഥലത്ത് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാനിടയെ തീർച്ച് ഇവരുടെ മുമ്പിൽ ദൈവം എന്നെ മാനിക്കാനിടയെ തീർന്നു. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജോലി സ്ഥലത്ത് എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ ജോലി നീ ഉപേക്ഷിക്കുക, നിന്റെ ജോലി നീ ഉപേക്ഷിക്കുക. നിന്നെ കണ്ടിരിക്കുന്നത് ജോലി ചെയ്യുവാനല്ല, നിന്നെ കണ്ടിരിക്കുന്നത് അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകുവാനാണ്. നീ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവളാണ്. ഹല്ലേലൂയ. നിന്റെ ലക്ഷ്യം എന്താണ്? സ്വർഗമാണ്. അപ്പൊ നീ സ്വർഗം ആഗ്രഹിക്കുന്നവൾ എന്തിനാ കൂടുതൽ ഭൂമിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? നാളെയെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് കർത്താവ് പറയട്ടെ. ഹല്ലേലൂയ. കർത്താവ് എനിക്കൊരു വാക്യം തന്നു. ഹല്ലേലൂയ. ആകാശ പറവകളെ നോക്കുകയും അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പൊരിയിൽ കൂട്ടുന്നില്ല. ഈ ഒരു വാക്യം കർത്താവിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഞാൻ മുട്ടിയെന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഈ ജോലി കർത്താവിന് ഹിതമല്ലെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കുവാൻ ഇടയാക്കണമേ. കാരണം ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ബൈബിളും കൊണ്ടൊക്കെ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ അതുപോലെ ഒരു കർത്താവുമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഞാനിങ്ങനെ ടെലിഫോണിനോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജര് എന്നോട് പറയുമായിരുന്നു, അതുപോലെ പിന്നെ ഓർഡർ വരുമ്പോഴത്തേക്ക് പറയും, ഇന്ന് ഓർഡറിൽ നിന്ന് കള്ളം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓർഡറിൽ നിന്ന് കള്ളം പറയത്തില്ല, കാരണം എന്റെ യേശു അത് കേൾക്കുന്നുണ്ട്. യേശുവിന് അത് ഇഷ്ടമല്ല. ഞാൻ ജീവിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയാണ്, എന്റെ യേശുവിന്റെ അടുക്ക പോകാനായിട്ടാണ്. അപ്പൊ യേശു പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീർന്നു, അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ ജോലി പോകുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് ജോലിയല്ല വിഷയം, എനിക്ക് എന്റെ യേശുവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള വിഷയം എന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവിനോട് പറഞ്ഞു, ഈ ജോലി നീ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലി ഉപേക്ഷിക്കാനിടയെ തീർന്നു. അവിടെ ദൈവം എന്നെ മാനിച്ചു ഞാൻ പറഞ്ഞു. അവിടെ കുഞ്ഞുങ്ങളില്ലാതൊക്കെ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ആ മാനേജർ പോലും നിന്ദിക്കാനിടയെ തീർന്നു. നീ സ്ട്രൈറ്റ് ആണെന്ന് എന്നെ ഒത്തിരി ദേഷ്യപ്പെട്ട് പറയാനിടയെ തീർന്നു. സ്തോത്രം. ഞാൻ യേശുവിനെ കുറിച്ച് പറയുന്നതൊന്നും ആ വ്യക്തിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ എന്റെ കർത്താവ് എന്നെ മാനിക്കാനിടയെ തീർന്നു. ഹല്ലേലൂയ. അവിടെ മാനിച്ചതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ജോലി ഞാൻ വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോരുന്നു. പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരാഴ്ച കഴിഞ്ഞില്ല, അതിനു മുമ്പ് അവിടുത്തെ മുഴുവൻ കംപ്ലീറ്റ് ഹല്ലേലൂയ ബഹ്റിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൊടുക്കുന്ന പിന്നെ സാധനങ്ങള്, അതുപോലെ ഫ്ലൈറ്റിൽ കൊടുക്കുന്ന പിന്നെ VIPസിന് കൊടുക്കുന്ന സാധനങ്ങള്, ഇതെല്ലാം എന്ത് ചെയ്തു? കംപ്ലീറ്റ് തിരിച്ചു വന്നു. എല്ലാം അഴുക്ക് ഉണ്ടാക്കി എല്ലാം കൊടുത്തു വിട്ടപ്പോഴത്തേക്ക് അതിനെല്ലാം കംപ്ലൈന്റ് ആയിട്ട് പ്രശ്നമായിട്ട് തിരിച്ചു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ അന്നേരം പറയാറുണ്ടായിരുന്നു, എല്ലാം നല്ലത് മാത്രമേ ചെയ്യാവൂ, നല്ലതല്ലെങ്കിൽ ദൈവം കാണുന്നു, ഇതെല്ലാം തെറ്റ് ചെയ്യരുത്, നല്ലത് മാത്രമേ കൊടുക്കാവൂ. ഡേറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അൽമണ്ട്സ് ഒക്കെ ഇങ്ങനെ എല്ലാ അഴുക്കൊക്കെ വെച്ചും ബിസ്ക്കറ്റ് ഒക്കെ രണ്ടാമത് റീപാക്കിങ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഓരോന്ന് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇതൊക്കെ ഞാൻ കാണുമ്പോൾ പറയുമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ ഇത് സ്വർഗം കാണുന്നു. ഹല്ലേലൂയ എന്ന് പറയാനിടയായി തീർന്നു. ഒരു ദിവസം സ്വർഗം അത് കണ്ടു. എന്നെ ദൈവം എന്ത് ചെയ്തു? മാറ്റുവാനിടയായി തീർന്നു. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ, വലിയ പ്രശ്നമായി തീർന്നു. അതിന്റെ വലിയ മാനേജർ വന്നു. ആകപ്പാടെ വിഷയങ്ങളായി. അത് അവസാനം മാനേജരെ പാക്ക് ചെയ്തു. എല്ലാവരും ഹല്ലേലൂയ, സ്തോത്രം, എന്നെ അവിടെ നിൽക്കുന്നതായിട്ടുള്ള ജോലിക്കാർക്ക് എന്നെ വിളിച്ചു പറയാനായി തീർന്നു. ഹല്ലേലൂയ, സിസ്റ്റർ, നിങ്ങളായിരുന്നു യഥാർത്ഥമായിട്ടുള്ള സഹോദരി. നിങ്ങളായിരുന്നു ദൈവത്തിന്റെ മകൾ എന്നുള്ളത് വെളിപ്പെട്ടത് ഇപ്പോഴാണ്. കാരണം നിങ്ങൾ അവിടുന്ന് പുറത്തായി, അതിന് കംപ്ലീറ്റ് ഇത് അടച്ചുപൂട്ടേണ്ടി ഗതികേട് വന്നു എന്ന് പറഞ്ഞ് പറയാനിടയിൽ തീർന്നു. അത്രത്തോളം വലിയ പ്രശ്നമായിട്ടത് മാറി. അങ്ങനെ ഞാനവിടെ കുഞ്ഞുങ്ങളെല്ലാം നിന്ദിക്കപ്പെട്ടുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി തകർന്നപ്പോ, ഹല്ലേലൂയ, ഒരു കള്ളത്തരം പറയാതെ അവിടെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തപ്പോ, സ്വർഗം എനിക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്ന് എന്നെ അവിടുന്ന്, ഹല്ലേലൂയ, ആകാശ പറവയെ നോക്ക്, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടുന്നില്ല, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട് മകളെ, നീ എന്റെ വേല ചെയ്യേ, എന്റെ ശുശ്രൂഷ ചെയ്യേ, നീ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകും. നിന്റെ ഭവനത്തിൽ പ്രാർത്ഥന തുടങ്ങ്, ആ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് അനുഗ്രഹമാകും, അനേകർ അഭിഷേകം പ്രാപിക്കും എന്ന് പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് അനുസരിച്ചുകൊണ്ട് ആ വലിയ പ്രതികൂലത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. കാരണം വലിയ മാനേജറുടെ അടുത്ത് ഈ ജോലിക്കാർ മുഴുവൻ കള്ളം പറയേണ്ടി വന്നു. അങ്ങ് ഒരു ഗതികേടുണ്ടായി.
ഹല്ലേലൂയ. ചെറിയ കള്ളത്തിന് എന്നോട് മാനേജ് പറഞ്ഞ് കള്ളം പറയാൻ ഞാൻ തയ്യാറാകാഞ്ഞത് കൊണ്ട് വലിയ ആൾക്കാരുടെ അടുക്കൽ പോയി കള്ളം പറയേണ്ടിയ അവസ്ഥ എനിക്കുണ്ടായില്ല. എന്റെ ദൈവം ഹല്ലേലൂയ. അതാണ് നമ്മളൊരു വിഷയത്തിൽ ചെറിയ കാര്യത്തിൽ പോലും വിശുദ്ധിക്ക് വേണ്ടി പ്രാധാന്യത കൊടുത്താൽ ദൈവം നമ്മളെ അത്ഭുതകരമാക്കി നിർത്തുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അവിടെ എന്നെ മാനിച്ചു. അങ്ങനെ ഭവനത്തിൽ പ്രാർത്ഥന തുടങ്ങി. അനേകർ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന അനേക സഹോദരിമാർക്ക് അനുഗ്രഹമായി തീർന്നു. ഇന്ന് നമുക്ക് ലോകരാജ്യങ്ങളിൽ ലോകപ്രസിദ്ധയായ സൂസൻ തോമസ്, ഹലി അറിയാമല്ലോ, സൂസൻ തോമസ് എന്ന ലോകപ്രസിദ്ധയായ കർത്താവിന്റെ ശുശ്രൂഷക്കാരത്തിയായ ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ആദ്യമേ ഞങ്ങൾ ആരാധിക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഹലിയ ദൈവകൃപയിൽ വരാനൊക്കെയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങളിങ്ങനെ ഇത്രത്തോളം ആകുവാനൊക്കെ ഇടയായി തീർന്ന്. ഞങ്ങൾ ഒന്നിച്ച് അവിടെ ബഹറിന്റെ പ്രദേശത്ത് അനേക ഭവനങ്ങളിൽ കടന്നു പോകുവാൻ, അനേക സഹോദരിമാർക്ക് അനുഗ്രഹമായി തീരുവാൻ സൂസൻ തോമസിനൊക്കെ ഒരു ഇമ്മാനുവേൽ IPC എന്നൊരു ചർച്ച് അവിടെ തുടങ്ങി. അനേക കുടുംബങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുവാനും അനേകർ ചർച്ചിൽ കടന്നു വന്ന് അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിക്കാൻ, അനേകരുടെ സ്ഥാനം കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ദൈവം തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഭവനങ്ങളിലുള്ള പ്രാർത്ഥന അനേക ജീവിതങ്ങൾക്ക് ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്, ഹല്ലേലൂയ, അനേക ഭൂതങ്ങൾ പുറത്താകുന്നത്, അനേകം വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടുന്നത്, ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം, ഹല്ലേലൂയ, അതൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ബഹറിന്റെ പ്രദേശത്ത് അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ നടത്തി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അച്ചായന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലോട്ട് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ മകളുടെ വിഷയത്തിൽ മകൾക്ക് ദൈവം, അപ്പൊ ഞാൻ ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് കർത്താവ് എന്ത് പറയാം, അനുസരിക്കണം. പെന്തിക്കോസിന്റെ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് ഇപ്പൊ ഞങ്ങൾ ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് ഇതുപോലെ ആഭരണമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചർച്ചിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ എനിക്ക് ആയിത്തീരാം. അതിന്റെ കർത്താവ് എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരാം. അതാണ് എന്റെ ആഗ്രഹം. എന്നാൽ അച്ഛൻ അത്രത്തോളം ആയിട്ടില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് ഹല്ലേലൂയ, കർത്താവിനുള്ള അവസരങ്ങളെ ഒരുക്കി തന്നു. ഒരു ദിവസം റോഡിൽ കൂടെ ഒരു ദേവദാസൻ പോകും. ഈ ദേവദാസനോട് ദൈവം പറഞ്ഞു വീട്ടിൽ വന്ന് കയറാൻ. ഹല്ലേലൂയ. ഞാൻ വിളിച്ചില്ല, ഞങ്ങളെ അറിയത്തില്ല. പക്ഷെ ദേവദാസൻ വരികയാണ്. വന്നിട്ട് ഇപ്രകാരം ഒരു ദൂത് തരികയാണ്. ഹല്ലേലൂയ, മകളെ, ഹല്ലേലൂയ, അബ്രഹാം കഴുതയ്ക്ക് കോപ്പിട്ട് മുന്നോട്ട് നിൽക്കുന്നത് പോലെ നീ എങ്ങനെയെങ്കിലും ദൈവത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങുവാൻ തയ്യാറായി നിൽക്കും. നിന്റെ പ്രിയപ്പെട്ടവൻ പാരമ്പര്യ ശക്തിയുടെ ബന്ധനത്താൽ ഹല്ലേലൂയ ശത്രു പുറമോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ ഇന്നേക്ക് 8-ാം മാസം നീ കുറിക്കൊണ്ടുകൊള്ളുക, നീ പ്രാർത്ഥിച്ചു കൊള്ളുക. നിന്റെ ജീവിതത്തിൽ ഒരത്ഭുത വിടുതൽ ഞാൻ ഒരുക്കി തരുമെന്ന് പറയും. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ പ്രിയപ്പെട്ടവനെ വിടിയിക്കാനുള്ള ക്രമീകരണം ഒരുക്കുന്നു. 8-ാം മാസം, ആ മാസം 1-ാം തീയതി മുതൽ ഞാൻ എന്ത് ചെയ്തു? ഉപവസിക്കാൻ തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസൻ പറഞ്ഞതാണ്. എന്താണ്? ഈ മാസമാണല്ലോ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. ആ മാസത്തിൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം അച്ഛൻ അവിടെ ഇല്ല. ഞാൻ എന്റെ മോളെ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മോക്കൊരു ഫിറ്റ്സ് വന്നിട്ട് ഈ മോളന്റെ കയ്യിൽ നിന്ന് വല്ലാതെ പതയും ഞൊരയെല്ലാം വന്ന് ആള് കൊച്ച് മരിച്ച പോലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ അച്ഛനെ വിളിക്കാനായിട്ട് ഇങ്ങനെ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്നെ ഇങ്ങനെ അടുത്ത ശാരോൺ സഭയിലുള്ള ഒരു കുടുംബമുണ്ട്, അവരെ വിളിക്കുക എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ എനിക്ക് പ്രേരണ കിട്ടി. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ സാരി ഹല്ലേലൂയ എന്ന് പറയാൻ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ വായിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ മാറ്റാൻ പറ്റുന്നില്ല. കാരണം കുഞ്ഞ് മരിച്ച പോലെ അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവെ, ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഞാൻ ഹല്ലേലൂയ. അപ്പം ഫോണിൽ കൂടി ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇത് സാലിയുടെ സൗണ്ട് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് ഓടി വന്നപ്പോൾ അവർ നേഴ്സാണ്, പുള്ളിക്കാരിയും ഹസ്ബൻഡും എല്ലാം ഉണ്ടായിരുന്നു. അവര് വന്ന് കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ കൊച്ചിന് പൾസ് പോയല്ലോ. പിന്നെ പ്രാർത്ഥിക്കാം പെട്ടെന്ന് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അച്ഛൻ കയറി വരികയാണ്. കയറി പറഞ്ഞു, ജേക്കബ് പറയാം, മുട്ടേ നിൽക്കേ, ദൈവത്തിന് സമർപ്പിക്ക്, എന്തെങ്കിലും ദൈവത്തിന്റെ പദ്ധതി കാണും, എന്തെങ്കിലും സമർപ്പിക്കാൻ പറയും. ഉടനെ അച്ഛൻ സമർപ്പിച്ചു. ദൈവമേ, എന്റെ ജീവിതത്തിന്റെ കുറവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എങ്ങനെ ആയിത്തീരണം, എന്റെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഞാൻ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ തന്നെ ഈ കുഞ്ഞിനെ ദൈവം ജീവനിലേക്ക് കൊണ്ടുവരാനിടയെത്തുക. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കുവാനിടയെത്തുക. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവേ,
ഏത് സഭയിലാണ് നിങ്ങൾ കടന്നു പോകേണ്ടത്? ആ സഭയിലെ ദൈവദാസനും ദാസിയും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹല്ലേലൂയ ബഹ്റിൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ചാണ്ടി പാസ്റ്ററും ശലോമി സിസ്റ്റർ, ഇപ്പോൾ അമേരിക്കയിലാണ്, യുഎസിലാണ്, ഹല്ലേലൂയ, ആ ദൈവദാസനും കുടുംബവും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വിളിക്കാതെ കടന്നു വരികയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ ഞാൻ അതിന്റെ സഭയിൽ പോകുന്ന കാര്യം ഒന്നും ചിന്തിച്ചില്ല. കർത്താവിന്റെ സഭയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അച്ഛൻ അതിലെ കർത്താവ് ഏത് സഭയിലാണ് പോകേണ്ടത്? ദൈവം ആഗ്രഹിക്കുന്ന സഭയിൽ പോകണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദൈവദാസനും ദാസിയും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു പ്രാർത്ഥന തേഴ്സ്ഡേ പ്രയർ അവിടെ നടക്കുന്നുണ്ട്, അവിടെ കടന്നു വരണം. രാത്രിയിലൊക്കെയുള്ള ഓൺലൈൻ പ്രയർ ഉണ്ട്, അവിടെ കടന്നു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഏതായാലും കടന്നു വന്ന് തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കടന്നുപോയി. ദൈവം വാസ്തവത്തിൽ അച്ഛന് ഈ ആഭരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പിടിയായിരുന്നു. ആഭരണം ഊരുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അപ്പൊ എനിക്ക് കർത്താവ് എന്ത് പറഞ്ഞാലും അത് ആഭരണമല്ല. ഞാൻ പറഞ്ഞു, കർത്താവെ എന്റെ ആഭരണം മുഴുവൻ കൊണ്ട് കർത്താവ് പറയുക, നീ ഇത് വിൽക്കുപോലും കൊണ്ട് കച്ചടായി കൊണ്ട് കളയാൻ പറഞ്ഞ ഞാൻ തയ്യാറാണ്. അത്രയും നഷ്ടം പോലും എനിക്ക് പ്രശ്നമല്ല. കാരണം യേശു അങ്ങനെ പറയുന്നെങ്കിൽ ഞാൻ തയ്യാറാണ്. നീ ഞാൻ തീരുമാനം എടുത്ത. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് സ്വർണ്ണമൊന്നും വല്ല വിഷയം, എന്റെ കർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ സ്തോത്രം സ്വർണത്തിനൊന്നും ഹല്ലേലൂയ അതിനൊന്നും വിലയില്ല. ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് സകലതും ചപ്പും ചവറും ഒന്നും എണ്ണി ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിന്റെ സ്നേഹനിമിത്തം ഹല്ലേലൂയ ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടിയത്? ഹല്ലേലൂയ. അപ്പൊ അച്ഛൻ അങ്ങനെ ആ ഒരു വിഷയത്തിൽ അല്പം പ്രയാസമുള്ള ആളായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് അച്ഛന്റെ ഹൃദയത്തോട് ഇടപെട്ടു. ദൈവം ഒരു ദിവസം ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിൽ കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ്. ഈ ആഭരണ വിഷയം എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്നപ്പോൾ ഞാൻ, കർത്താവെ ഇത് കർത്താവിന് ഹിതമല്ലെങ്കിൽ എന്റെ ദൈവമേ എന്നെങ്കിലും എനിക്ക് മാറ്റാൻ കൃപ തരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഉപസിക്കുകയൊക്കെ ചെയ്തു. പക്ഷെങ്കിൽ ഒരു ദിവസം ഞാൻ 3 ദിവസം ഉപസിച്ചിട്ട് ഞാൻ കടന്നുപോയി. പ്രേയറിന് കടന്നു പോയപ്പം ഈ ആഭരണം ഊരി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ മീറ്റിംഗ് വെച്ച് എന്നെ പരിചയപ്പെടുത്തി ഇങ്ങനെ അച്ഛൻ വിളിച്ചോണ്ട് എന്റെ മുഖത്തോട് നോക്കി. അന്നേരം പറഞ്ഞു, നോക്കി ആഭരണമൊന്നുമില്ല. തിരിച്ച് വെളിയിലിറങ്ങിയപ്പോ എന്നോട് ചോദിച്ചു, എന്ത് നിന്റെ ആഭരണമല്ല? ഞാൻ അവിടെ ഊരി വെച്ചിരിക്കുക. ഊരി വെച്ചോ? നിങ്ങൾ ആരും എന്നെ ഊരി വെക്കാൻ? എന്നോട് പറഞ്ഞു. അപ്പൊ റോഡിൽ വരുന്ന വഴിക്കാം, റോഡിൽ ഇവിടെ ഇറങ്ങാം. ഞാൻ പറഞ്ഞു, തിരിച്ചെല്ലാം വിട്ടേക്കാമേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇനി ഞാൻ ഊരുന്ന പ്രശ്നമില്ല. ഇനിയും ഹല്ലേലൂയ അച്ചായൻ തന്നെ ഇങ്ങോട്ട് പറയും, നീ നിന്റെ ആഭരണം ഊരി വെച്ചിട്ട് വാ. ഹല്ലേലൂയ. അങ്ങനെയാണ് അച്ചായനോട് ദൈവം ഇടപെടുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അച്ചായൻ ഷാരോൺ സഭയിൽ പോയിരിക്കും. ഷാരോൺ സഭയിൽ പോയിരിക്കുമ്പോൾ അച്ചായൻ അറിയാമോ, യഥാർത്ഥ ബെന്തിക്കോസുകാരനെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഹോൾനൈറ്റ് പ്രയറിനൊക്കെ നമുക്ക് എല്ലാവർക്കും പോകാമല്ലോ. അപ്പൊ ഈ മോതിരം എല്ലാം ഊരി വെച്ചിട്ട് ബെന്തിക്കോസുകാരനായിട്ട് പോയിരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ദേവദാസം വന്ന് തലയെ കൈവച്ച് ഇങ്ങോട്ട് ദൂത് പറയും, മകനെ നീ ആയിരിക്കുന്നത് പുറത്തു വാ. ഹല്ലേലൂയ. എന്റെ സഭയിൽ എന്റെ ദിനത്തോട് ചേർന്ന് നീ ആരാധിക്കേ. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അച്ചായൻ ഞെട്ടിപ്പോയി. കാരണം അച്ചായൻ ആ സഭയിലെ ആളിനെ പോലെ ഇരിക്കുക അച്ചായന്റെ ചിന്തയിൽ. കാരണം അച്ചായനും സ്വർണ്ണമൊന്നും വീടില്ലല്ലോ. അത് ദേവദാസൻ അങ്ങനെ അറിയുന്നത്. ദേവദാസൻ അതിൽ അപ്പം അച്ചായൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവത്തിന്റെ ആത്മാവിന് മുമ്പിൽ ഒരു കള്ളത്തരവും കാണിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ഏത് അവസ്ഥയിൽ ഇരിക്കുന്നവരെയും ഏത് അവസ്ഥയും മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം അച്ചായനോട് പിടിയിട്ടുവാനിടയെത്തിയത്. അങ്ങനെ അച്ചായൻ ദൈവത്തിനെ സമർപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ശാരോൺ സഭയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞ, എന്റെ അച്ഛൻ പറയാതെ ഞാൻ ഇനി ആഭരണം ഊരത്തില്ല. ഹല്ലേലൂയ എന്ന് പറയാനിടയെത്തുക. അങ്ങനെയാണ് ശാരോൺ സഭയിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ഞാൻ സ്വർണ്ണമൊക്കെ ഇട്ടിട്ടോണ്ടായിരിക്കുന്നത്. എന്തേ സ്വർണ്ണമൊക്കെ ഇട്ടേക്കുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ശാരോൺ സഭ സ്വർണ്ണമെല്ലാം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്, കൊണ്ട് ഊരി വെച്ചിട്ട് പോവാ. ഹല്ലേലൂയ സ്തോത്രം. കമ്പനിമാരെല്ലാം ഇട്ടുകൊണ്ട് വരും ശാരോൺ സഭയിൽ പോകാനായിട്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞു, കർത്താവ് എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവനാണ്. അപ്പൊ നമ്മള് ഹല്ലേലൂയ ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരാൾ വിശ്വസ്തയോട് നിന്നാൽ ആ വിശ്വസ്തയോട് നിൽക്കുന്നവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെ കർത്താവ് ചെയ്തു അച്ചാനെ ശാരോൺ സഭയിൽ കൊണ്ടുവരാടിയത്. ഞാനായിട്ട് ഒരുപാട് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ നോക്കി അച്ചാനെ എന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിനെ കൊണ്ടുവരാനായിട്ട് ഞാൻ നോക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ ഇങ്ങനെ കരഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് അപ്പം നമ്മൾ ദൈവത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സിനിമ കാണുന്നതോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും,
അച്ഛൻ സിനിമ കാണുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് റിമോട്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ ഇവിടെ വാട്ടി വന്നിട് എന്ന് പറയും. തിരിച്ചെന്നെ കൊണ്ട് ഇടിയിക്കും. അപ്പൊ ഞാൻ കർത്താവിനോട് പറയും, മോളെ നിന്റെ ഇതൊന്നും നടക്കത്തില്ല, നീ കിടന്നുകൊണ്ട് കഷ്ടപ്പെടേണ്ട കാര്യം, നീ താഴ്മയോടെ പോയി അവൻ ഇന്ന് കാണുമ്പോൾ നീ പോയി പായിരുന്ന് പ്രാർത്ഥിക്കുന്ന ഉടനെ എന്ത് ചെയ്യും? ആ പായെ കൊണ്ടുവന്ന് ഇരുത്താൻ ഞാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. അല്ലാതെ നീ കിടന്നുകൊണ്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബഹളം ഉണ്ടാക്കി അല്ല പ്രശ്നം ഉണ്ടാക്കി ഹല്ലേലൂയ സ്തോത്രം നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നീ എന്റെ സന്നിധിയിൽ താഴെ. ഹല്ലേലൂയ സ്തോത്രം. നീ ഒന്നും ദേഷ്യപ്പെടണ്ട. നിന്റെ ദേഷ്യം കൊണ്ടോ നിന്റെ ഹല്ലേലൂയ പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല ഹല്ലേലൂയ വിടുതൽ നടക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയിൽ ആകർഷിച്ചിട്ടല്ലാതെ ദൈവത്തിന് വരാൻ കഴിയത്തില്ല. അവനെ ആകർഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ മാത്രമേ ആകർഷിക്കാൻ കഴിയത്തുള്ളൂ. കാരണം പാരമ്പര്യ കെട്ടിക്കെട്ടിൽ കിടന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് യഥാർത്ഥമായ രക്ഷയോട് സന്തോഷം അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ അതേ പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഞാൻ പോയിരുന്ന് പായിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പാടാൻ തുടങ്ങി. ഞാൻ ഈ പാട്ട് പാടി, സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. ഞാൻ സാധു എന്നെ കൈവിടാതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വളരെ വേദനയോടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ റിമോട്ട് എല്ലാം ഓഫ് ചെയ്തിട്ട് ആ പായ വന്ന് അവിടെ ഇരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കി ഇരിക്കെ എന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യമില്ല. ഹല്ലേലൂയ. ബഹളം ഉണ്ടാക്കുന്നതിനകത്തല്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പോയിടത് സൗമ്യതയോട് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആ റിമോട്ടിനെ ഓഫ് ചെയ്യിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അച്ചായനെ എന്ത് ചെയ്തു? യഥാർത്ഥമായ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. അങ്ങനെ അച്ചായൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ ദൈവം സ്ഥാനപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. അച്ചായൻ ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ശക്തമായിട്ട് ദൈവം അച്ചായനെ ഹല്ലേലൂയ ശക്തമായിട്ട് ദൈവം അഭിഷേകത്തിന് ശക്തി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. ആദ്യം പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വാക്കൊക്കെ പറയുമ്പോൾ വിശ്വസിക്കത്തില്ലായിരുന്നു. എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങോട്ടങ്ങ് എന്തോ ദേശം ഇളക്കുന്ന പോലെ അങ്ങ് അന്യഭാഷയായി. ഞാൻ പറഞ്ഞേന്നായി. അല്ലേ അങ്ങനെ പറഞ്ഞ വരെ കർത്താവ് എന്ത് ചെയ്തു? കൊടുക്കുവാനിടയെ തീർന്നു. അങ്ങനെ നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ദൈവം അച്ചായനെ ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അനുഭവം ദൈവം മുഖാന്തരമാക്കി മാറ്റി. അപ്പം കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന സമയത്ത് അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം? അച്ഛനോട് പറയും. ഒരു ദിവസം ഒരു കൂട്ടായ്മ ഞാൻ പറഞ്ഞു, അച്ഛൻ പറയണം എന്ത് ചെയ്യുന്നറിയാമോ? അബ്രാഹാമിനെ അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറയും സാറായി അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ചത്. ഇതൊക്കെ നമുക്ക് വിശ്വാസം പറയാം. ഹല്ലേലൂയ. ഒരു ദിവസം അച്ഛൻ പാവം ഞാൻ പറഞ്ഞു കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു അബ്രഹാം അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാനും പറഞ്ഞു സാറായി അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പൊ എല്ലാവരും ഹല്ലേലൂയ ഓർത്തു അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. അവസാനം പിന്നെ അവർക്ക് മനസ്സിലായി ഇല്ല ഇങ്ങനെ ചുമ്മാ പറഞ്ഞാന്നുള്ളത് വിശ്വാസ പറയാം. അപ്പം ഒത്തിരി പരിഹാസങ്ങൾ, നിന്ദകൾ, ദുഷികൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതായി തീർന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അറിയാമോ? വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ. അപ്പം ആത്മപൂർണ്ണൻ പ്രാന്തൻ എന്ന് പറഞ്ഞ പോലെ വിശ്വാസമുള്ളവരെ പ്രാന്തരെന്ന് വിളിക്കും. പ്രാന്തര വട്ടാന്ന് പറയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് വട്ടാന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെങ്കിൽ എന്റെ ജീവിതത്തിൽ ആ വിശ്വാസം എന്നെ പിടിച്ചു നിർത്തിയത് എന്തുമാത്രം എനിക്ക് ശക്തി പകർന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ഞാനിങ്ങനെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് ഞാന് പിന്നെ ഈ ഞങ്ങളുടെ ബഹറിന്റെ ബാൽക്കണി നിൽക്കുന്ന സമയത്ത് ശത്രു പറയും, തേണ്ട നീ നോക്കി തേണ്ട കുഞ്ഞുങ്ങളെ എല്ലാവരും കൊണ്ട് സ്കൂളിൽ വിടുന്നു, നീ എത്ര നാളായി തോളിലിടുന്നു, നീ എത്ര നാളായി എടുക്കുന്നു കൊണ്ടുപോകുന്നു, നീ ചർച്ച നിർത്തുന്നു, നീ പാട്ട് പാടിക്കുന്നു, എല്ലാം നീ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ജാലസഭയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചർച്ച നിൽക്കുമ്പം ഇങ്ങനെ ഞാൻ എല്ലാ കുഞ്ഞുങ്ങളിൽ നിന്ന് പാടുമ്പോൾ ഞാൻ പറയും എന്റെ മോനും മോളും അവിടെ നിന്ന് പാടുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സാത്താനോട് പറയും എന്റെ മോനും മോളും എന്ത് ചെയ്യും? അപ്പൊ നീ കണ്ടില്ലേ എന്റെ മോനും മോളും അവിടെ നിൽക്കുന്നത്? നിനക്ക് കാണത്തില്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ശത്രു എന്നോട് ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാവരും കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ വിടുന്നു, നിന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു നീ കണ്ടില്ലയോ ആദ്യം അവര് കയറിയത്. ഹല്ലേലൂയ. ഒന്നാമത് അവര് കയറി, മോനും മോളും വണ്ടിയെ കയറി കഴിഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവനെ തോപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ചർച്ചിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിലെടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സ്തോത്രകാഴ്ചയും ഇടും, മോളെ സ്തോത്രകാഴ്ച ഇട് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സ്തോത്രകാഴ്ച ഇടിപ്പിക്കും. അവരുടെ സ്തോത്രകാഴ്ച
ഞാനിടുന്നെങ്കിലും നേർച്ചയല്ല, ഈ സ്വതന്ത്ര കുഞ്ഞുങ്ങളിടുക. മോനിടുന്നു, മോളിടുന്നു, ഞാനിടുന്നു, ഞങ്ങൾ 3 പേരും ഇട്ടിരിക്കും. ഹാലൂയ സ്തോത്രം. സംഭവം എന്താ? വിശ്വാസത്താൽ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് അവരെ കൊണ്ട് സ്വതന്ത്ര ഇടിപ്പിക്കുക. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ആ ഓരോ അനുഭവങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അത് എന്ത് ചെയ്യും? നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചത് ദൈവം നീതിയായി കണക്കിട്ടതുപോലെ ദൈവം, ഹല്ലേലൂയ, അതാണ് എൻ്റെ ജീവിതത്തിലും വിശ്വസിച്ചത് നീതിയായി കണക്കിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയെത്തിയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ബഹ്റിനില് ഞങ്ങൾക്ക് 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ പോകാം. പക്ഷെങ്കിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു, എന്തെല്ലാം വിഷയം വന്നാലും ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം ലഭിക്കാതെ ബഹറിന്റെ പ്രദേശത്ത് നിന്ന് പോകത്തില്ല. അന്നാണ് ഈ സദാം ഹുസൈന്റെ ബോംബ് വരുന്ന സമയമുണ്ടല്ലോ. ഈ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധുക്കാരെ ചർച്ച എല്ലാവരും പോകാൻ അങ്ങ് തീരുമാനമെടുത്തു ഈ ബഹറിനിൽ നിന്ന്. കാരണം എൻ്റെ അച്ഛനോട് പറഞ്ഞു, പിന്നെ മോനച്ചൻ എന്ന വീട്ടിലെ പേര്, മോനച്ച നമുക്ക് പോണം, റെഡി ആകണം, എല്ലാവരും ഇവിടെ ബോംബ് പ്രശ്നമാണ്, ബഹറിൽ വീഴാൻ സാധ്യതയുണ്ട്, എല്ലാവരും. അന്നേരം പറഞ്ഞു സാലി ബോംബ് തലയെ വീണാലും വരത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് രക്ഷയില്ല, അവിടെ വരാതെ ഞാൻ അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, സാലി വരത്തില്ല, അവന്റെ ബോംബ് വീണോട്ടെന്നാ പറയുന്നത്, അതുകൊണ്ട് എന്ന് പറയാനിടയെത്തി. ഞാൻ പറഞ്ഞു, എന്തെല്ലാം വിഷയം വന്നാൽ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്വം ലഭിക്കാതെ, ആ വാഗ്ദത്ത സന്തതി വാഗ്ദത്തം പറഞ്ഞ് ഞാൻ പറയുന്നത് കുഞ്ഞിനെ വാഗ്ദത്തം ചെയ്ത് ജോണിനെയാണ് ഞാൻ പ്രാർത്ഥിച്ചതും വേറെ എഴുതി വെച്ചതും ജോണാണ്. പക്ഷെ എനിക്ക് ആദ്യം തന്ന ദൈവം തന്നത് ഫേബ, എനിക്ക് മോളെയാണ് ദൈവം തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് തരുന്ന കുഞ്ഞുമായിട്ടല്ലാതെ ഞാൻ നാട്ടിൽ പോകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 8 വർഷമാണ് പോകാതിരുന്നത്. 8 വർഷം നാട്ടിൽ പോകാൻ വയ്യാഞ്ഞിട്ടല്ല, 8 വർഷം. അങ്ങനെ ഞങ്ങളുടെ ചേട്ടൻ, മോജാന്റെ ഒരു ചേട്ടൻ നാട്ടിൽ പോകാനായിട്ട് റെഡിയായി ഇരിക്കുമ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പം എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഈ ആർക്കും കുഞ്ഞുങ്ങളില്ലാത്തവർ ലോകത്തിലില്ല, അവരൊക്കെ ജീവിക്കുന്നില്ലേ, അവരാരും നാട്ടിൽ പോകുന്നില്ലേ, ഇതെന്താ ഇങ്ങനെ ഈ സാലിക്ക് ഇങ്ങനെ നാട്ടിൽ പോടാ എന്ന് പറഞ്ഞു. ഉടനെ മോജാൻ പറഞ്ഞു, അവള് വരത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ചേട്ടൻ പോയിട്ട് ഞാനിങ്ങനെ റോഡിലൂടെ ഞങ്ങൾ നടന്നു പോയത് ദൂരമേ ഉള്ളൂ, ഞാൻ ആകാശത്തോട് നോക്കി നടന്ന് വരിക, തറയല്ലല്ലോ നോക്കുന്നത്, ആകാശത്തോട് നോക്കി നടന്നിട്ട്, കർത്താവേ, ഈ പറഞ്ഞ ചേട്ടൻ വരുമ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആ ചേട്ടൻ 3 മാസത്തേക്ക് നാട്ടിൽ പോയി. ഹല്ലേലൂയ, തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹല്ലേലൂയ ഈ ചേട്ടൻ കാണുന്നത് 3 മാസം ഞാൻ ഹല്ലേലൂയ പ്രേന്റെ അനുഭവമായിട്ടാണ് മോളെ ആ ഒരു അനുഭവത്തിൽ കാണാനിടയെത്തി. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഞാനിങ്ങനെ 8 വർഷമായി പോകാതിട്ട്, അപ്പം ഒരു ദിവസം തലേ ദിവസം ദൈവാത്മാ പറയുകയാണ്, നിങ്ങള് 3 പേരായിട്ടേ പോകത്തുള്ളൂ. വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരാളെ കൂടെ തൂത് വരിക, നിങ്ങൾ 2 പേരായിട്ടല്ല 3 പേരായിട്ടേ പോകത്തുള്ളൂ. അന്നേരം തേണ്ട എന്റെ ഫാദർ മരിച്ചതായിട്ട് പിറ്റേ ദിവസം ഫാദർ മരിച്ചു. ചിന്തിച്ചു നോക്കി, തലേ ദിവസം പറയുന്നു നിങ്ങൾ 2 പേരായിട്ടല്ല 3 പേരായിട്ടേ നാട്ടിൽ പോകത്തുള്ളൂ. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഫാദർ മരിച്ചു. പോകാതിരിക്കാൻ പറ്റും? ആര് പറഞ്ഞേ കേൾക്കണം? കർത്താവ് പറഞ്ഞേ കേൾക്കണോ, അതോ അച്ഛനെ ഫാദറിനെ കാണാൻ പോകും? അങ്ങനെ ആകപ്പാടെ കഷ്ടത്തിലായി. അതിൽ കർത്താവ് എന്ത് ചെയ്യും? അപ്പൊ അച്ഛൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോയിട്ട് വന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞെന്താ? 2 പേരായിട്ടല്ലേ 3 പേരായിട്ടല്ലേ പോകുന്നു പറഞ്ഞു. ഞാൻ ഇത്ര നാൾ പിടിച്ചു നിർത്തി വേണ്ടിയിട്ടാ. ഹല്ലേലൂയ, സ്തോത്രം. ഇതെന്താ കർത്താവ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മൂത്താങ്ങള നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മോളെ, നീ വന്നാലും കാണാൻ പറ്റത്തില്ല, കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഡെഡ് ബോഡി ആര് കാണാൻ പറ്റത്തില്ല, മോർച്ചറിയിൽ വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ വന്നാൽ കാണാൻ പറ്റത്തില്ല, നിനക്ക് വേണ്ടി മോർച്ചറി വെക്കത്തില്ല. അച്ഛൻ പ്രത്യേകം നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അച്ഛന് താല്പര്യമില്ല, കാരണം അച്ഛൻ്റെ ഒരു അനിയന്റെ മകൻ ഇതുപോലെ മരിച്ചപ്പോഴേ ഇതുപോലെ വല്ലാതെ വികൃതമായിട്ട് ഇങ്ങനെ മോർച്ചറി ഇരുന്നപ്പം അച്ഛൻ പറഞ്ഞു, എന്നെ ഫ്രഷ് ആയിട്ട് അടക്കണം എന്നൊരു തീരുമാനപ്രകാരം അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ പറഞ്ഞ കാരണത്താൽ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ വഴിയാണ് ഞാൻ പറയും. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, എന്താ കാര്യത്തിന് അങ്ങോട്ട് പോകുന്നു?
അച്ഛനെ കാണുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ പോകുന്നു, ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ പോകുന്നത്, നാട്ടിൽ പോയത് കർത്താവ് പറഞ്ഞതുപോലെ 2 പേരായിട്ടല്ല 3 പേരായിട്ടാണ്. ഞാനും അച്ഛനും ഫേവമോളുമായിട്ട് നാട്ടിൽ കടന്നുപോയി. വലിയൊരു കൺവെൻഷൻ ഹൈലിയ സ്തോത്രം അവിടെ നാട്ടിൽ വെക്കുവാനും മൊജാന്റെ കുടുംബത്തിലുള്ള യാക്കോബക്കാരും മുഴുവൻ വന്ന് ഹൈലിയ കൺവെൻഷനിൽ വന്ന് എല്ലാവരും വന്ന് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാനും ഹൈലിയ എല്ലാവരും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കത്തക്ക ക്യൂവിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുവാനും ഹൈലിയ അങ്ങനെ വലിയൊരു കൺവെൻഷൻ വെച്ച് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവവിടെയാക്കി. ഹൈലിയ മാനുഷികമായ ഒരു തീരുമാനത്തിലല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരം നിൽക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഒന്നും ചിന്തിക്കാതെ എടുത്തിയാടി വേണേ പോകാമായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഓർത്ത് അവിടെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എന്ത് ചെയ്തു? അങ്ങനെ നാട്ടിൽ അങ്ങനെ കടന്നുപോയി. അങ്ങനെ അങ്ങനെ വലിയ വലിയ സന്തോഷത്തോടെ അവിടെ അനേകർക്ക് വിടുതലായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം മോളെ തന്നു. മോള് പിന്നെ പഠിച്ചു. ഹല്ലേലൂയ സ്തോത്രം. മോള് ബഹ്റിൻ +2 കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അവള് UK കടന്നുപോയി. UK പിന്നെ കർത്താവ്, അതും കർത്താവിന്റെ വാഗ്ദത്തമായിരുന്നു. നേരത്തെ കർത്താവ് പറഞ്ഞു ദേവദാസിനെ പല ഒത്തിരി പേര് കൂടെ പറഞ്ഞു അവൾ യൂറോപ്യൻ കൺട്രീസിലായിരിക്കും പഠിക്കുന്നത്. ഞങ്ങൾക്കൊരു ചിന്തയില്ല അങ്ങനെ പഠിപ്പിക്കാനായിട്ട്. ഞാൻ 2 കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചത് +2 കഴിയുമ്പോൾ ഇവർ ബൈബിൾ കോളേജിൽ പോകണം. ഇതാണ് കർത്താവിനോട് ഞാൻ പറഞ്ഞത്. കർത്താവ് +2 കഴിഞ്ഞിട്ട് ഇവരെ ബൈബിൾ കോളേജിൽ പോകണം. അല്ലാതെ എനിക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച് യാതൊരു ആഗ്രഹവുമില്ല. എന്റെ കർത്താവിന്റെ വേല ചെയ്യണം, ഇതായിരുന്നു എന്റെ ആഗ്രഹം എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, എനിക്കൊരു ടൈമുണ്ട്. നിന്റെ ടൈമല്ല എന്റെ ടൈം, നിന്റെ വിചാരമല്ല എന്റെ വിചാരം. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹം നല്ലതാണ്, പക്ഷേ നിന്റെ ആഗ്രഹത്തിന് ഞാനൊരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ മാത്രമേ നടക്കത്തുള്ളൂ. സ്തോത്രം. യോസേപ്പ് സ്വപ്നം കണ്ട ഉടനെ ആ സ്വപ്നം നടക്കുകയല്ല, അതിനകത്ത് അതിൽ ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞിട്ടാണ്, ദൈവത്തിന്റെ ടൈമിലാണ് വിഷയങ്ങൾ ആ വാഗ്ദത്തം വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവനോട് പറഞ്ഞു, എനിക്കൊരു ടൈമുണ്ട്, ആ ടൈമിൽ ഞാൻ ഉയർത്തിയിരിക്കും. ആ ടൈമിൽ അതുവരെ നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഹന്ന സമർപ്പിച്ചതുപോലെ സമർപ്പിച്ചു. ആ സമർപ്പണം നല്ലതാണ്. അതുകൊണ്ട് ഹന്നായ്ക്ക് ദാൻ മുതൽ ബർശ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായ ഒരു ശൗമേലിനെ കാണുവാൻ ഇടയായതുപോലെ നിനക്കോ പ്രകാരം കാണുവാൻ ഞാൻ അവസരങ്ങളെ തരും. അതുകൊണ്ട് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ദൈവം അവിടെ പഠിപ്പിച്ചു. അവിടെ വിവാഹം കഴിഞ്ഞു, അവിടെ ഇപ്പൊ ആയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. മോന്റെ വിഷയം പറഞ്ഞാൽ ഹല്ലേലൂയ, മോന് ഇതുപോലെ കർത്താവ് വാഗ്ദത്തം ചെയ്തു. ഞങ്ങള് ശരൺ സഭയിൽ കടന്നുപോയി. അങ്ങനെ 2004 ഫെബ്രുവരി 29-ാം തീയതി കർത്താവ് ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് വലിയ മകനെ നൽകി തരുവാനിടയെ തീർന്നു. കർത്താവിന്റെ വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും അവൻ ഊവെന്ന് മാത്രമേ ഉള്ളൂ. വചനപ്രകാരം കർത്താവ് പറഞ്ഞ വാഗ്ദത്ത സന്തതിയെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ഹല്ലേലൂയ. അവനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. കർത്താവ് എന്താഗ്രഹിക്കുന്നു അങ്ങനെ ആയിത്തീരണമെന്ന് ദൈവത്തിനെ സമർപ്പിച്ച് ദൈവത്തെ എന്തെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ അവൻ 6ാം ക്ലാസ്സിലായിരുന്നു. അന്നേരം ഞങ്ങൾ നാട്ടിൽ വരാനിടയെ തീർന്നു. ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ബഹ്റിൻ പിന്നെ മോള് 12ാം ക്ലാസ് കഴിയുമ്പോൾ അവള് യൂറോപ്യൻ കൺട്രീസിലേക്ക് കടന്നു പോകും. നിങ്ങൾ എന്ത് ചെയ്യും? നാട്ടിലേക്കും കടന്നിടയെത്തി. ആ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാനിടയെത്തി. ദൈവം എന്തൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കാനിടയെത്തി. ഹല്ലേലൂയ സ്തോത്രം. മോളെ 10ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ചേട്ടന്റെ ഒരു മോനുണ്ട്, അവിടെ UK അപ്പൊ ഈ മോൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ എവിടെ പോയാലും നിന്നെ കൊണ്ടുപോകുന്ന ഇങ്ങനെ ആ മോൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ 10ാം ക്ലാസ്സിൽ വിസിറ്റിങ്ങിന് കൊണ്ടുപോയ സമയത്ത് ഞാൻ ഒരിക്കലും വിടാൻ തയ്യാറാകുന്ന ഞാൻ ദേവദാസനെ വിളിച്ചു. ദേവദാസനെ ഒരു പ്രകാരം പറഞ്ഞു, ആന്റി വിടണം, അത് ഭാവിയുടെ ഒരു ക്രമീകരണമാണ്. 12ാം ക്ലാസ് കഴിയുമ്പോൾ അവിടെ കണ്ടിന്യൂസ് പഠിക്കാനായിട്ട് പോകും. അത് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലോട്ട് പോരടിയെത്തി എന്ന് പറയാനിടയെത്തി. ഹല്ലേലൂയ. അങ്ങനെ ദൈവം പറഞ്ഞത് ഓരോന്നും വാഗ്ദത്തങ്ങൾ അതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ മോൻ 6ാം ക്ലാസ്സിൽ നാട്ടിൽ വന്ന് പഠിച്ചു. +2 കഴിഞ്ഞു. അങ്ങനെ പിന്നെ +2 കഴിഞ്ഞിട്ട് അവനിപ്പോൾ ജോർജിയയിൽ ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. ഞാൻ അവനെ +2 കഴിഞ്ഞ് എല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവെ, അവനെ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നു. കർത്താവെ, അപ്പോൾ ഞങ്ങളൊരു വലിയ മീറ്റിംഗിൽ കടന്നു പോകുമ്പോൾ 21 days ഫാസ്റ്റിംഗ് പ്രയർ, ഈ ഫാസ്റ്റിംഗ് പ്രയർ കടന്നുമ്പോൾ ഞാൻ ഇന്നും പ്രാർത്ഥനയാണ്, കർത്താവെ അവനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പാ. ദേവദാസന്മാരെല്ലാം വരുമ്പോൾ നീ പ്രവാചകൻ, എല്ലാവരും മുന്നോട്ട് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് പറയും നീ പ്രവാചകനാണ്. എന്നിട്ട് പറയും
നീ ഇവിടെയല്ല പഠിക്കുന്നത്, നീ ഹല്ലേലൂയ സ്തോത്രം, നീ നാട്ടിലല്ല മോനെ പഠിക്കുന്നത്, നിനക്ക് ദൈവം ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് അവിടുന്ന് പറഞ്ഞ കർത്താവ് പറയാടേ തീർന്നു, നീ ഒരു മിഷണറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ കർത്താവ് അവനെ ഒരു ഡോക്ടറായിട്ട്, മിഷണറി ഡോക്ടറായിട്ട് ദൈവം ഹല്ലേലൂയ ദൈവം അവനെ കണ്ടതാണ്. കാരണം അവൻ എപ്പോഴും കൊച്ചിലെ തൊട്ടെങ്കിൽ പറയുമായിരുന്നു, ഞാനൊരു സർജൻ ആകും, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. പറയുമ്പോൾ ഞാൻ പറയും, ശരിയാ മോനെ, നീ ഒരു സർജൻ തന്നെയാണ്. അനേകരുടെ ഹാർട്ടിൽ നിന്ന് പാപത്തിന്റെ സർജൻ എന്ന് പറഞ്ഞാൽ പാപത്തെ പുറത്തെടുക്കുന്ന ഒരു സർജൻ നീ ആകണമെന്ന് പറയും. ഞാനതിനെ എന്ത് ചെയ്യും, ആ ഒരു ലെവലിലേക്ക് പോകുന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ ദൈവം, അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നുള്ള കാര്യം ഇവൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അനേകരുടെ ദർശനം കണ്ടു ഇവൻ ഇങ്ങനെ ഡോക്ടറിന്റെ വിഷയം. പക്ഷേ ഞാൻ കർത്താവ് ഹല്ലേലൂയ ഒരു മിഷണറി ഡോക്ടറായി ദൈവം അവനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ അവിടെ ദൈവം പഠിക്കാനായിട്ട് വിട്ടത്. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഇങ്ങനെ അവൻ അങ്ങനെ ആയി തീരുമെന്നുള്ളത്. ഞങ്ങൾ നാട്ടിൽ വന്നെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം ഒരു അവസരം തന്നെന്നറിയാമോ? ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ പരസ്യവും നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. കുടുംബമായിട്ട് പരസ്യവും നടത്താനും അനേകയിടങ്ങളിൽ, അനേക ദേശങ്ങളിൽ സ്തോത്രം എവിടെയൊക്കെയാന്ന് നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിൽ പോയി കർത്താവ് റോഡിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കരമായ സന്തോഷമാണ്. നമ്മൾ ചിന്തിക്കും പരസ്യവും, ആദ്യമൊക്കെ ചിന്തിക്കും കർത്താവേ ആര് കേൾക്കാനാ, ജഡത്തിൽ പോകുന്ന ആരുമില്ല. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പറയും, എന്റെ നാമം സകല നാമത്തിലും മേലായ നാമമുള്ള യേശുവിന്റെ നാമം ഇവിടെ ഉയർത്തുമ്പോൾ എന്തോ സംഭവിക്കുന്നത്, ആ ദേശത്തിലുള്ള ഇരുട്ടിന്റെ ശക്തികൾ ഭയപ്പെടുകയും. ഹല്ലേലൂയ സ്തോത്രം. അവിടെ സകല നാമത്തിന് മേലാനുള്ള യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ സാത്താന്യ ശക്തികൾ, ദേശത്തിന്റെ അധിപതി ശക്തികൾ എന്ത് ചെയ്യുക, ഭയപ്പെടുകയാണ്. അത് മാത്രമല്ല, എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യുക, അത് കേൾക്കുകയാണ്. ഒരു പാട്ടാണ് റോഡിൽ നിന്ന് പാടുമ്പോൾ ഇതിലെ വരുന്നവർ പറയാറുണ്ട്, അയ്യോ ഈ പാട്ട് ഞങ്ങൾക്ക് അനുഗ്രഹമായി. പിന്നെ ഞങ്ങൾ റോഡിൽ നിന്ന് ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ നിൽക്കുമ്പോഴും ആൾക്കാരെ നിന്ന് കേൾക്കുവാനായിട്ട് നിന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതിന്റെ ഹൃദയ സമാധാനമായി. അതിൽ ഒരു പയ്യൻ ഹിന്ദുവാണ്, അവനെ അന്ന് സൗദിക്ക് ഇരിക്കുക. അപ്പൊ റോഡിൽ നിന്നിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് ഇത് സമാധാനമായി, എനിക്ക് ഭയങ്കര സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പലരും പറയും. അതുപോലെ തന്നെ ഞങ്ങൾ മുണ്ടക്കയത്ത് നിന്ന് മീറ്റിംഗ് നടത്തുമ്പോൾ ഒരു മുസ്ലിം, ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രസംഗിച്ചു വചനം പറഞ്ഞു ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞു. ആത്മഹത്യ ചെയ്യരുതേ, അത് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്, സാത്താൻ ഒരുക്കുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മുസ്ലിം പെട്ടെന്ന് വീട്ടിലോട്ട് കയറി, ഞങ്ങളുടെ റോഡിലോട്ട് കയറുകയാണ്. പറഞ്ഞു വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം, എന്റെ ഭാര്യയ്ക്ക് എപ്പോഴും ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചു. ആ പുള്ളിക്കാരി ഹല്ലേലൂയ അവർ രണ്ടുപേരും യേശു രക്ഷകനായിട്ട് സ്വീകരിക്കാമെന്ന് ചോദിച്ചു. കർത്താവിനെ രക്ഷയെ അവർ ഏറ്റു പറയാടിയെത്തുക എന്ന് പറഞ്ഞാൽ എന്നും ആത്മഹത്യ എന്നുള്ള ആ ഭീകര പിശാച്, ആ ശത്രു, ആ വ്യക്തി അവരുടെ കുടുംബജീവിതത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തോടെ അതിനൊരു സമാധാനം കൊടുക്കാനിടയെത്തുക എന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മൾ ചിന്തിക്കും പരസ്യയോഗം ഭയങ്കര അനുഗ്രഹം. ഞാൻ കൺവെൻഷൻ പ്രസംഗത്തെക്കാൾ ഞാൻ അനുഭവിച്ചതിൽ വെച്ച് പരസ്യയോഗം ഭയങ്കരമായിട്ടുള്ള അനുഭവമാണ്. കാരണം അനേക ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ എല്ലാവരും കേൾക്കുന്ന ഒരു വിഷയമാണ് പരസ്യയോഗം എന്ന് പറയുന്നത്. മറ്റേ നമ്മുടെ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസുകാർ കൂടുന്നു, പെന്തിക്കോസുകാർ തന്നെ കേൾക്കുന്നു എന്നൊരു അനുഭവമാണ്. എന്നാൽ പരസ്യയോഗം എന്ന് പറയുമ്പോൾ അനേക ജാതികൾ അത് കേൾക്കുകയാണ്. ദേശത്ത് നിന്നുകൊണ്ട് പരസ്യയോഗം നടത്തുന്ന ഏറ്റവും അനുഗ്രഹമാണ്. ഒരു ഗാനത്തിലൂടെ ആയിരിക്കും ചിലപ്പം ആൾക്കാർ വിടുവിക്കപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസമാണ്, ഫെബ്രുവരി 4-ാം തീയതി മോനെ ജോർജിയയിലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അച്ഛൻ മോനെ ജോർജിയയിൽ ജോർജിയയിൽ പോലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് മോൻ പോയി കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി, ഏപ്രിൽ മാസം 4-ാം തീയതി അച്ഛൻ പെട്ടെന്നൊരു അച്ഛൻ എന്ന് ചോദിച്ചു. ഞാൻ സ്യൂമിൽ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ഞാൻ അച്ഛനോട് പറയുമായിരുന്നു എപ്പോഴും, നമുക്കിനി മോൻ പോയി കഴിഞ്ഞു, ഇനി നമ്മൾ ഫ്രീ ആണ്. മറ്റേ മോൻ സ്കൂളിൽ പോകുന്നു, അപ്പം കാര്യങ്ങളൊക്കെ ഉള്ളൂ, നമ്മൾക്ക് ഇനി പോയിട്ട് എപ്പോഴും വരണം, അതിനൊക്കെയുള്ള ഇതുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി വീടടച്ചിടുക, പോവുക, കർത്താവിന് വേണ്ടി മാത്രം. ഹല്ലേലൂയ സ്തോത്രം. ഏതൊക്കെ വീടുകളിൽ പോകണം, എവിടെ പോയത് പ്രാർത്ഥിക്കണോ, ഉപവസിക്കണോ, നമ്മുടെ ജോലി ചെയ്താ ഏത് രാജ്യങ്ങളിലാണ് പോകേണ്ടത്, ഇതൊക്കെ നമുക്കിനി അതേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു. നമുക്ക് കർത്താവിന് വേണ്ടി ശക്തമായിട്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അത്രത്തോളം ഒന്നും നിനക്ക് പറ്റും എന്നൊരു വാക്കാ പറഞ്ഞു. നിനക്കത് പറ്റും, എനിക്ക് അത്രത്തോളം പറ്റത്തില്ല.
നമുക്ക് ഈ പരസ്യസേവ നടത്തി ഇത്രത്തോളം ഉള്ളൂ, നിനക്കത് പറ്റുന്ന കാര്യം അതെനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിതെല്ലാം പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥനയാണ്, ആകാശത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഹാലലൂയ, കർത്താവ് എവിടൊക്കെയാ പോകേണ്ടത്, കർത്താവ് ഏതൊക്കെ രാജ്യങ്ങൾ എവിടെയാണ് പോകേണ്ടത്, കർത്താവ് അയക്കണമേ. ഞങ്ങളെ കുറിച്ച് കർത്താവ് നാട്ടിൽ വന്നപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ കർത്താവ് ദൂത് പറഞ്ഞ ബഹറിലേക്ക് വീണ്ടും ശുശ്രൂഷയ്ക്ക് അയക്കുന്നു എന്നൊക്കെയുള്ള ദൂത് കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പം കർത്താവെ പോകേണ്ട രാജ്യങ്ങൾ കാണിച്ചു തരണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അതിന് നിൽക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ സ്യൂ മീറ്റിങ്ങിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വെളി കൈ ഉയർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ തലകറങ്ങി അച്ഛൻ പോയി കിടന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് തലകറക്കം ഉണ്ടായി. അല്ല പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ സ്തോത്രം അങ്ങനെ പ്രയാസം ഉണ്ടായി. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകണം ചോദിച്ചു. കാരണം ഞാൻ ഈ ഹോസ്പിറ്റലിൽ അത്ര ഞാൻ മരുന്നിനകത്ത് ഉള്ള ആളല്ല. ഇതുവരെയും കർത്താവ് മരുന്നെടുക്കാതെ കർത്താവിനെ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അതിന്റെ അല്ല. ഞാൻ എന്റെ വിഷയം വരുമ്പോൾ മരുന്നിനെ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കും. ഏത് വിഷയം വന്നാലും ഏത് അസുഖം വന്നാലും കർത്താവിൽ ആശ്രയിച്ച് സൗഖ്യം പ്രാപിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. മരുന്നെടുക്കുന്ന വിഷയമില്ല. അപ്പൊ അച്ഛൻ മരുന്നെടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോകണം, പോകണ്ടായോ പ്രാർത്ഥിക്കാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് ബോഡിയൊക്കെ ഇച്ചിരി വീക്ക് ആകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഓക്കെ, എന്താന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ചന്ദനെ ഫോൺ ചെയ്ത് രണ്ടുപേരെ വരുത്തി അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഇടയിൽ തീർന്നു. അതിനാണ് സ്ട്രോക്കാന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് നാള് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. വീണ്ടും വീട്ടിൽ ഭവനത്തിൽ വന്നിട്ട് പിന്നെയും വീണ്ടും പെട്ടെന്നൊരു രണ്ടാമത് സ്ട്രോക്ക് വന്നിട്ട് അച്ഛൻ മെയ് മാസം 10-ാം തീയതി പ്രിയ കർത്താവിലേക്ക് ചേർക്കപ്പെടാൻ ഇടയെത്തി. അപ്പം ആ ദിവസങ്ങളിലൊക്കെ എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ബാലണിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, വേറെ ഒന്നും ചിന്തിച്ച് സമയം കളയരുത്, ഒന്നും ചിന്തിക്കരുത്, സ്വർഗം മാത്രം ചിന്തിക്കണം. ഹല്ലേലൂയ. ഭൂമിയിലെ ഒന്നും ചിന്തിക്കരുത്, വെറുതെ നിരാശപ്പെട്ട് സമയം കളയരുത്, ഒരു വിഷയത്തിൽ നിരാശപ്പെടരുത്, സ്വർഗമല്ലാതെ ഒന്നും ചിന്തിക്കരുത്, യേശു മാത്രം, 100% യേശു, 100% സ്വർഗം. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും എടുക്കപ്പെടുന്ന അറിയത്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇതേപോലെ എനിക്ക് എന്റെ പറച്ചിലെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഒരു ദിവസം ബാത്റൂമിൽ ഇരിക്കും, ഞാൻ ഇങ്ങനെ എടുക്കപ്പെടൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണത്താൽ ഞാൻ ഈ കുഞ്ഞുങ്ങളോടായാലും സ്വർഗം കൊച്ചിലെ തൊട്ടുള്ള സ്വഭാവം കുഞ്ഞുങ്ങളോട് ഇതിനെ പറയും. ഒരു ദിവസം ഞാൻ പറയും, നിങ്ങൾ നല്ലവണ്ണം ജീവിച്ചു പോകണം, അല്ലെങ്കിൽ അമ്മ എടുക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തില്ല. ഹല്ലേലൂയ. അമ്മ എടുക്കപ്പെടും, നിങ്ങൾ അവിടെ നിൽക്കും, ഓർത്തോണം. എന്റെ ഡ്രസ്സ് അവിടെ താഴെ കിടക്കുമ്പോൾ വന്നു നോക്കുമ്പോൾ കാണത്തില്ലെന്ന് പറയും. ഒരു ദിവസം ഇതുപോലെ പകരം മോന് ഞാൻ ബാലണിയെ കഥയിൽ അടച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം അന്ന് ഞാൻ ഉടുപ്പാണ് കട്ടിലേക്ക് കിടക്കുന്നു. ഇവൻ അവിടെ എല്ലാം തപ്പിട്ട് എന്നെ കണ്ടിരുന്നു. ബാത്റൂമിൽ നോക്കുന്നു, വീട്ടിൽ നോക്കുന്നു, ആകെ കണ്ടിരുന്നു. ഇവൻ നോക്കുമ്പോൾ കട്ടിലെ എന്നിട്ട് രാത്രി വിട്ടു. അമ്മ എടുക്കപ്പെട്ട് എന്ന് പറയാം. ഭയങ്കര അലർച്ച കേട്ടോണ്ട് ഞാൻ ബാലണിയിൽ ഓടി എന്താ മോനെ? ഞാൻ ഓർത്ത് അമ്മ എടുക്കപ്പെട്ടെന്ന്. അമ്മയുടെ ഡ്രസ്സിലൂടെ കിടക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എന്ന് പറഞ്ഞതുപോലെ അച്ഛനെ ഒരു ദിവസം കട്ടിൽ നോക്കിയിട്ട് കാണാതെ ഞാൻ ചോദിച്ചു, എന്ത് എവിടെ പോയി, പറയാതെ പോയല്ലോ, ബാത്റൂമിൽ നിന്നോട് പറയാം, ഞാൻ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇത്രയും കൂടെ എടുക്കപ്പെടും എന്നുള്ള കാര്യം അറിയത്തില്ല. ഞാൻ അധികം താമസിച്ചില്ല. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാൻ ഇടയെ തീർന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ചെന്ന് കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എനിക്കുണ്ടായ ഒരു വിശ്വാസം കൂടെ, വിശ്വാസത്തിന്റെ അവസ്ഥയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ വിശ്വാസം സംഭവിച്ചില്ലെങ്കിലും അതിനെ ബലപ്പെടുത്തിയ വിഷയം. അപ്പം ഞാനിപ്പം അച്ഛന്റെ വിഷയത്തിൽ ഞാൻ വിശ്വസിച്ച വിഷയം നടന്നില്ലെങ്കിലും ഞാൻ ബലപ്പെട്ടത്, എന്നെ ദൈവം വിശ്വാസമാണ് ബലപ്പെടുത്തുക. കാരണം പണ്ടോട്ട് വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിച്ചത് കൊണ്ട് ആ വിശ്വാസം എന്ത് ചെയ്തു, എന്നെ ബലപ്പെടുത്തി. അപ്പം നമ്മളൊരു കാരണവശാലും ഈ ഒരാൾ മരിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ഒരാൾ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ഏത് അവസ്ഥയിലാണ് അവരെ ദൈവം ബലപ്പെടുത്തുന്ന ആർക്കും അറിയത്തില്ല. അതിന് നീ മറ്റുള്ളവർ പരിഹസിക്കാൻ തോന്നും. അവർ ഏത് അവസ്ഥ, ചിലർക്ക് കുറച്ച് കരഞ്ഞായിരിക്കും, ചിലർക്ക് വിശ്വാസം പ്രഖ്യാപിച്ചായിരിക്കും, ചിലർക്ക് അങ്ങനെ ഓരോ വിഷയത്തിലായിരിക്കും ചിലരെ ഓരോരുത്തരെ ഒരുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, മറ്റുള്ളവർ എന്ത് ചെയ്യും, ഉടനെ കരയാത്തവരെ നോക്കി പറയും, അയ്യോ എന്തോ ഭയങ്കര കരഞ്ഞേ ഇല്ല. അപ്പൊ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് എന്തറിയാമോ,
ഇങ്ങനെ കിടന്ന് കരഞ്ഞ് 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 കിടക്കുന്നത് കാണാൻ ആൾക്കാർ കാണാൻ പറ്റുന്നു. ആരെങ്കിലും വിശ്വാസ ശക്തിയോട് നിന്ന് കഴിഞ്ഞാലും അവർക്കെതിരെ അവളുടെ പറച്ചിലേ ഉള്ളൂ. ഹാലിയ. അപ്പം എന്റെ ജീവിതത്തിൽ അച്ചായൻ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തേയില്ല. ഞാൻ മരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഞാൻ പാലാ മെഡിസിറ്റിയിലായിരുന്നപ്പോൾ ഒറ്റ ദിവസം പോലും ഭക്ഷണം കഴിക്കാതെ ഫുൾ ടൈം ഫാസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. അച്ചായനെ അച്ചായൻ ശക്തിയോടെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഫുൾ ടൈം ഉപവാസം നിൽക്കുന്നത് ഒരിക്കലും എനിക്കൊന്നും വിശ്വസിക്കത്തില്ല. അങ്ങനെ ഞാൻ നിൽക്കുന്നത്. അപ്പം അച്ഛൻ ഇങ്ങനെ അവസാനം വെന്റിലേറ്റർ വെച്ച് ഇങ്ങനെ ഡോക്ടർ പോയെന്ന് വിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു മരിച്ചത്? ഇവരെല്ലാം പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മരിച്ചിട്ടില്ല, ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഹാലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് എന്റെ കുഞ്ഞുങ്ങൾ പോലും നാട്ടിൽ വരാൻ ഇടയായി തീർന്നപ്പോൾ കുഞ്ഞുങ്ങളും ഹാലേലൂയ സ്തോത്രം എങ്ങനെ അവരോട് ഞാൻ മിണ്ടിയില്ല, ഞാൻ മരിച്ചെന്ന് പറഞ്ഞില്ല. അപ്പൊ എന്റെ മോള് ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ എങ്ങാണ്ടൊരു ഇതിനകത്ത് കിടക്കുന്നേ കണ്ടു. ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇതായിട്ടുള്ള ഇതിന്റെ ഫോട്ടോ കിടക്കുന്നത്. അമ്മേ എന്നോട് ചോദിച്ചു, ഡാഡി എന്തി? എന്തി ഡാഡി ഉണ്ട്? എന്താ പറയുന്നത്? കള്ളം പറയല്ലേ, ഞാൻ ഫോട്ടോ കണ്ടല്ലേ. ഏത് ഫോട്ടോ? നീ വരുമ്പോ കാണാൻ മോളെ, നീ ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ അവളെ ശക്തീകരിച്ചു. അവളെ ഇല്ല അമ്മ കള്ളം പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ വരുമ്പോ കാണാൻ വർത്താനം പറയാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവളെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. കുഞ്ഞുങ്ങളെയും അങ്ങനെ വിശ്വാസത്തിൽ ഞാൻ അവരെ ബലപ്പെടുത്തി. അവരെ ഞാൻ കുറച്ച് അലറി വിളിച്ച് കരഞ്ഞ് പറഞ്ഞെങ്കിൽ ഈ കുഞ്ഞുങ്ങളോട് ഫെയിന്റ് ആയി കിടന്നേന്. അവര് എന്റെ വിശ്വാസം കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? എന്റെ ധൈര്യം കണ്ടപ്പം അവര് ധൈര്യത്തോടെ നാട്ടിൽ വരാനിടയെത്തി. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഞാൻ ചെന്ന് വിശ്വസിക്കുന്നേയില്ല, എനിക്കറിയത്തേയില്ല, എനിക്കങ്ങനെ ഒരു ചിന്തയേയില്ല. ഹാലേലൂയ, സ്തോത്രം. കുറച്ച് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേയില്ല, എനിക്കറിയത്തില്ല. മോൻ വന്നപ്പം അമ്മ എന്റെ ലൈസൻസ് എന്ത് ചോദിച്ചപ്പോ ഞാൻ അച്ഛന്റെ ഫോൺ എടുത്തിട്ട്, ഹലോ അച്ഛാ, ലൈസൻസ് എവിടെ ഇരിക്കുന്നു? കാരണം ലൈസൻസ് ഞാൻ വിശ്വാസത്തെ അങ്ങ് ചെയ്യുവോ? ലൈസൻസ് എവിടെ ഇരിക്കുന്നേ? എനിക്കറിയത്തില്ല എവിടെ വെച്ചേക്കുന്നത്. അച്ഛനല്ലേ വെച്ചേക്കുന്നത് ലൈസൻസ്. ഹാലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ അതും അങ്ങോട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസത്തിന്റെ അതങ്ങോട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ എന്നോട് എന്താ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് വാങ്ങിക്കണ്ടേ, ഇത് വാങ്ങിക്കണ്ടേ. ഞാൻ എന്തോ വാങ്ങിക്കാനാണ് നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ ഇവിടെ സംഭവിക്കുന്നേ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹാലേലൂയ, സ്തോത്രം. അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരെല്ലാം ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊന്നും പറയാതായപ്പോഴത്തേക്ക് ഇവര് എല്ലാ കാര്യങ്ങളും അവർ ക്രമീകരിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ പാസ്റ്ററിനോട് ചോദിച്ചു, സാലിമാമ സാക്ഷ്യം വരുന്നു. ഞാൻ എന്താ സാക്ഷ്യം പറയാം? ഏത് സാക്ഷ്യം? ഈ സാക്ഷ്യമായിട്ട് എന്താ പറയണ്ടേ? സാക്ഷ്യത്തിന് ഞങ്ങൾ അവസരമില്ല, നമ്മളെ ഉയർത്തുന്ന വിശ്വസിച്ചോണ്ടിരിക്കുകയല്ലേ. അതായത് സാക്ഷ്യത്തിന് എന്തോ ചിന്തിക്കുന്നത്? ഞാനിങ്ങനെ മോർച്ചറിയിൽ നിന്ന് വരുന്ന ഇങ്ങനെ വിശ്വാസത്തെ കണ്ടുകൊണ്ടിരിക്കുക. ഹാലേലൂയ, ഞാൻ അങ്ങനെ വിശ്വസിക്കുക. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ഹാലേലൂയ ദൂതൻ കൊണ്ടുവന്നെങ്കിൽ ആ മോർച്ചറിയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് എന്റെ ദൈവത്തിന് കഴിയും. എനിക്ക് വിശ്വസിക്കാൻ കുഴപ്പമെന്താ? എന്റെ കർത്താവ് സന്തോഷിക്കത്തില്ലേ? കർത്താവിന് ഇത് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ. നടന്നില്ലെങ്കിൽ സാരമില്ല, നിന്റെ കർത്താവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ കർത്താവ് സന്തോഷിക്കുക. ഹാലേലൂയ, സ്തോത്രം. ഞാൻ വിശ്വസിച്ചു എന്റെ കർത്താവിന് ഇത് കഴിയും. അങ്ങനെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുമോ, എനിക്ക് ഭയങ്കര ബലം കിട്ടുകയും. ആള് മരിച്ചെന്ന് ചിന്തിച്ചാൽ ഞാൻ ഫെയിന്റാണ്. ആള് ജീവിച്ചിരിക്കുന്നു ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര പവർഫുള്ളാണ്. അതാണ് വിഷയം. അപ്പൊ അങ്ങനെ ഞാൻ ശക്തിയോട് നിൽക്കുക. അങ്ങനെ പവറായിട്ട് നിന്നു. അവസാനം മോൻ വന്ന സമയത്ത് മോനൊന്നും പിടികിട്ടിട്ടില്ല. പെട്ടെന്നാണ് മോൻ ഇതുപോലെ നാട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് അവനിങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ അവിടെ നമുക്ക് അങ്ങോട്ട് പോകണമല്ലോ. അപ്പൊ ഇവന് ബോധം അന്നേരം അങ്ങോട്ട് കിട്ടി. മൊബൈൽ എടുത്ത് എറിഞ്ഞപ്പോ അന്നേരം ഇവന് ബോധം കിട്ടി. അതുവരെ ദൈവം ബോധവും കൊടുത്തില്ല. അങ്ങനെ അവനെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം ഇവൻ അന്നേരം അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ രക്ഷയില്ല. അപ്പം ജാക്സൺ എന്ന് പറയുന്ന ഒരു മകനുണ്ട്, എന്റെ അനിയത്തിയുടെ മോനാണ്. ഈ മകന് ഭയങ്കര വിശ്വാസം. ഈ മകൻ പറയും, സാലിയാന്റെ കൂടെ ഞാൻ നിൽക്കും. അങ്ങനെ ഞങ്ങൾ മോർച്ചറിയിൽ പോയി ഇവനെയും കൊണ്ട് മോനെയും കൊണ്ട് പോയി മോർച്ചറിയിൽ പോയി. ഞങ്ങൾ മോർച്ചറിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇവനെ അങ്ങ് ബലപ്പെടുത്തി. മോനെ ശക്തി. മോനെ അവിടെ ചെന്നപ്പോൾ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണി ഒഴിയെങ്കിലും അവനെ ബലപ്പെടുത്താൻ അതൊരു മുഖാന്തരമായിട്ട് മാറി. കുറെ സമയം നിന്ന് പ്രാർത്ഥിച്ചപ്പം, കുറെ സമയം നിന്ന് ആരാധിച്ചപ്പം, കുറെ സമയം നിന്ന് വചനം പറഞ്ഞപ്പം അവൻ ബലപ്പെട്ട്
ഞങ്ങൾ എന്ത് ചെയ്തു? മുന്നോട്ട് പോയി സംഭവങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഹല്ലേലൂയ സ്തോത്രം അവസാനം പോയി പന്തലിൽ ഇരിക്കേണ്ടി വന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ വിശ്വസിച്ചു, ഇപ്പൊ എഴുന്നേക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഉള്ളിൽ. അപ്പം മോളും പിന്നെ മോന്റെ കാര്യം നിൽക്കത്തില്ല. മോന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അവനിങ്ങനെ പറയാറില്ല. മോള് ഇങ്ങനെ പറഞ്ഞു അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എഴുന്നേൽപ്പിക്കുന്നുള്ള വിശ്വാസത്തോടെ അവളും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്. എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്നും പറയാനിട്ടില്ലല്ലോ. പെട്ടെന്നാണ് ഒരു ദൈവദാസൻ ലാസറിനെ ഉയർപ്പിക്കുന്ന വചനം അവിടെ പ്രസംഗിക്കുക. 4 നാളായില്ല ലാസറിനെ ഉയർപ്പിച്ച ദൈവം എന്ന് പറഞ്ഞ ഒരു വചനം ഈ ദൈവദാസൻ പ്രസംഗിക്കുക. ഈ പ്രസംഗം ഈ പ്രസംഗം വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് അന്യഭാഷയിലായി കഴിഞ്ഞപ്പം ഈ ദൈവദാസൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടും. ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. എനിക്ക് തന്നെ അറിയത്തില്ല എന്താ ഞാൻ പറയുന്നത്. ഞാൻ വേറൊരു ലോകത്ത്, വേറൊരു ലെവലില് ഒരു പ്രസംഗിക്കുന്ന പോലെ ഞാൻ ഏത് ലോകത്താണ് ഇരിക്കുന്നത്? അന്യഭാഷയിൽ അങ്ങോട്ട് തുടങ്ങി. ആദ്യം കൊണ്ട് പാട്ട് കഴിഞ്ഞിട്ട് അന്യഭാഷ തുടങ്ങി. എല്ലാവരും ചോദിച്ചു, ഇത് ഇത്രയും നാളും ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന സാലിയാണോ ഈ പറയുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കും. കാരണം എന്റെ വീട്ടുകാർക്കെല്ലാം അറിയാം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇവിടെ തന്നെയാണോ, ഇവിടെ ശബ്ദം തന്നെയാണോ എന്ന് ആൾക്കാർ ചിന്തിച്ചു. അപ്പൊ ഞാൻ ഇന്നിങ്ങനെ വിശ്വാസം പറയുക, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവിൽ ഇപ്പോൾ എന്റെ അച്ഛന്റെ സമയമായിട്ടില്ലെങ്കിൽ, ശുശ്രൂഷയ്ക്ക് ഇനിയും ടൈം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉയർപ്പിക്കുവാൻ എന്റെ കർത്താവിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നോട് ശക്തമായിട്ട് ദൈവം നടത്തിയ അനുഭവങ്ങളെ കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ വിശ്വാസത്തിൽ എന്നെ നിർത്തിയ ദൈവം ഈ വിഷയത്തിലും എന്റെ വിശ്വാസത്തെ മാനിച്ച് ദൈവത്തിന് ഹിതമെങ്കിലേ കിട്ടത്തുള്ളൂ, അല്ലാതെ കർത്താവിന് ഹിതമില്ലെങ്കിൽ നടക്കത്തില്ല. ലാസറെ ഉയർപ്പിക്കാൻ ദൈവത്തിന് ഹിതമുണ്ടായിരുന്നു. ആ ഹിതം വന്നപ്പോഴാണ് നടന്നത്. അപ്പൊ കർത്താവിന് ഒരു ഹിതമുണ്ടെങ്കിൽ എന്റെ വിശ്വാസം തടസ്സമാകരുത്, വിശ്വാസമില്ലായ്മ തടസ്സമാകരുത്. കാരണം കർത്താവിന് ഒരു ഹിതമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നടക്കും എന്ന് ഞാൻ വിശ്വസിച്ച് പറഞ്ഞോളൂ. അതിനൊക്കെ വിമർശിച്ചവരുണ്ട്. പക്ഷേ വിമർശിച്ച് പ്രസംഗിച്ചവരും ഒക്കെ ഞാൻ കേട്ടു. പക്ഷേ ഞാനതിൽ കൂടെ പറയുന്നത് അനേക സഹോദരിമാർ ചിലപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെയും ശക്തമായി നിർത്തും. ചിലരെ ചിലപ്പം കരഞ്ഞായിരിക്കും നിർത്തുന്നത്, ചിലരെ നിൽക്കുന്നത്. പക്ഷെ ചിലരെ ദൈവം ചെയ്യും ആ വിശ്വാസത്തിന്റെ ശക്തിയിൽ അവരെ നിർത്തുകയാണ്. അവസാനം നേരം വെച്ചാൽ ഉയർത്തില്ല. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് തൊട്ടത്തള്ളി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് പറഞ്ഞു, അമ്മേ ഇനിയും വിട്ടുകൊടുത്തേ, കാരണം ഡാഡിക്ക് വരാൻ മനസ്സില്ല, കിടന്ന് കാലെ പിടിക്കുകയാന്ന് തോന്നുന്നു. യേശുവെ എന്നെ വിടല്ലേ, ആ നരകത്തിലോട്ട് ഇനി വിടല്ലേ എന്ന് കാലെ പിടിച്ച് കിടക്കും. അതുകൊണ്ടാണ് വരാത്തത്. അല്ലെ അമ്മയുടെ ഈ വിശ്വാസത്തിൽ എന്തായാലും നമ്മുടെ വിശ്വാസത്തിൽ വന്നേനി. യേശുവിന്റെ കാലെ കിടക്കുക, എന്നെ വിടല്ലേ, എനിക്ക് പോകണ്ടേ, നല്ല സന്തോഷമാണേ ഇവിടെ. അതുകൊണ്ട് ആ സന്തോഷം സമാധാനം ആനന്ദമുള്ള അവിടെ ഇരുന്ന് ആനന്ദിച്ചോട്ടെ. നമ്മൾ വെറുതെ ഇനി ഈ ദുഃഖ കഷ്ടതയിൽ ലോകത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെയും വിടാൻ തോന്നി. എന്തോ ഇടപാട് എനിക്കതേ അറിയത്തില്ല. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊന്നും ചിന്തിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം, അത് ഞങ്ങളെല്ലാം ഇവിടെ ഒന്നിച്ച് മലപ്പള്ളി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 4-ാം ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടനൊക്കെ ഭർത്തവക്കാരാണ്. 4-ാം ദിവസമായി. 4-ാമത്തെ ദിവസം എല്ലാവരും കൂടെ സന്ധിക്ക് പ്രാർത്ഥിക്കാതിരിക്കുക. ഞാൻ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം എടുത്തിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു. അത് മൊത്തം ഞാൻ വായിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് 4-ാം ദിവസം, ലാസർ ഉയർത്തത് 4-ാം ദിവസം. അപ്പം എന്റെ കർത്താവിന് ആ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് ഇവിടെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് എന്റെ ചേട്ടനോട് പറഞ്ഞു, രാജ മോചം വന്ന് കഥകിന് മുട്ടുവാണെങ്കിൽ തുറന്നു കൊടുത്തേക്കണം, ഭൂതമാണെന്ന് പറഞ്ഞ് പേടിക്കുക. കാരണം സാലി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭൂതമാണെന്ന് പേടിക്കല്ല, അല്ലെങ്കിൽ ഭൂതമാണ്. ഒരാളോട് വിശ്വസിച്ചിരിക്കുക, കാത്തിരിക്കുക, കാരണം ആള് വരുമെന്ന്. അപ്പം കഥകിനൊന്ന് മുട്ടിയാണെങ്കിൽ രാത്രി പേടിക്കരുത്, തുറന്നേക്കണം, ഭൂതമാകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയാൻ ഇടയെത്തിയത്.
അപ്പം ആദ്യ പുള്ളി ഒന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു, തുറന്നേക്കാം സാലി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ 4 ദിവസമായി. അപ്പൊ 4-ാം ദിവസം അന്നേരം നോക്കിയിട്ട് ഒന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. 4-ാം ദിവസവും വന്നില്ല. നമ്മൾ പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ പോകുന്നത്? 4-ാം ദിവസവും വന്നില്ല. അമ്മ ഇനി എന്തിനാ വിശ്വസിച്ചത്? ഞാൻ പിന്നെയും വിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് വിശ്വസിച്ച് കർത്താവ് എന്നെ ബലപ്പെടുത്തുക. എന്നെ എന്ത് ചെയ്യുക? എന്നെ പിടിച്ചു നിർത്തണ്ടേ? എന്നെ ബലപ്പെടുത്തി നിർത്തണ്ടേ? കുഞ്ഞുങ്ങളങ്ങ് 2-ആഴ്ച കുഞ്ഞുങ്ങളങ്ങ് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തക്കാരൊക്കെ മിക്കവരും ഭർത്താവന്മാരൊക്കെ ഉള്ളവരെ കൂടുതലും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി നിൽക്കുന്നത്, അല്ലെങ്കിൽ മൊജാൻ വീട്ടുകാരൊക്കെ മിക്കവരും യാക്കോക്കാരും. അപ്പൊ അങ്ങനെ എവിടെ പോയിരുന്നാലും നമുക്ക് വീണ്ടും പോലെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ കർത്താവ് ഇത് പിന്നാലെ എന്നെ വലിക്കാം, നമുക്ക് ഓടിപ്പോകാം, എനിക്ക് എന്റെ ആത്മീയ ലെവൽ പണ്ടത്തെ എന്തോ ആയിരുന്നിച്ച ഒക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കരയുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ 21 days ഫാസ്റ്റിംഗ് പറയും ഷാജിയമ്പോൾ ഫാസ്റ്ററിന്റെ ചർച്ചിൽ വെണ്ണിക്കുളത്ത് 21 days ഫുൾ ഫാസ്റ്റിംഗ്, ഒരു നേരം പോലും കഴിക്കാതെ ഫാസ്റ്റിംഗ് ചർച്ചിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഒറ്റ വിശ്വാസം കൂടെ വിശ്വസിക്കും. അവസാനം കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി വരണ്ട, എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ വരണ്ട, എനിക്ക് എന്റെ കർത്താവിന്റെ നാമം ലോകത്തിൽ നിന്ന് മഹത്വം എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടി വരണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, 21 ദിവസം ഞാൻ അവിടെ നിൽക്കുക. ഇനി കർത്താവേ ഒരു വാക്യം കൂടെ ഉണ്ട്, യെഹെസ്കേൽ 37, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി, അസ്ഥിയോട് ചേർന്ന് ജീവൻ പ്രാപിച്ചതുപോലെ, ശ്വാസം വന്ന് ജീവനായതുപോലെ ഇനിയും കർത്താവിന് കഴിയും. കർത്താവിന് കഴിയും. ഞാനേ പറയത്തുള്ളൂ, കർത്താവിന് കഴിയും. അപ്പം കർത്താവ് അസ്ഥി ഉണങ്ങിയിട്ടില്ല. കർത്താവിന് ഈ ലൈവിൽ ഇവിടെ കൊണ്ട് നിർത്തി ഈ ലോകം മുഴുവൻ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം അച്ചാനെ നിർത്തി ഒരു സാക്ഷ്യം പറഞ്ഞാൽ ഈ ലോകത്ത് എത്രയോ പേര് യേശുവിനെ അറിയാം. അങ്ങനെ കർത്താവ് ഒരു ഹിതം ഉണ്ടോ അപ്പച്ച? അങ്ങനെയെങ്കിൽ ഞാൻ തിരിഞ്ഞൊക്കെ നോക്കാൻ തുടങ്ങി. അവിടെ കാണുമ്പോൾ കർത്താവ് നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് എങ്ങനെ കഴിയും. അത് മാത്രമേ കർത്തുള്ളൂ. ഞാൻ കഴിയും. കർത്താവിന് ഞാൻ പറഞ്ഞു ഇപ്പോഴും കർത്താവിന് കഴിയും. കർത്താവിന് കഴിയത്തില്ല ഞാൻ വിശ്വസിക്കത്തേ ഇല്ല. കർത്താവിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പം അങ്ങനെ ഞാനിങ്ങനെ വിശ്വസിച്ചു. 21 days ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് കടന്നു പോവുകയാണ്. കടന്നുപോയി കഴിഞ്ഞ് ഞാൻ ചാവി അങ്ങോട്ട് തുറന്നു കയറി, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. യെശയ്യാ 54 വാക്യം. എന്റെ സൃഷ്ടാവായ ഭർത്താവേ, എന്റെ ആത്മമണവാള, എന്റെ കാന്തനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുറിയിലും നടന്ന് ആരാധിക്കാൻ. ഹല്ലേലൂയ സ്തുതിസ്തോത്രം. നേരത്തെ ചെല്ലുമ്പോ മോജായോ എവിടെ അതിരിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല, എന്തുവാ ആധാർ കാർഡ് എവിടാ, മറ്റേ കാർഡ് എവിടാ, എനിക്കൊന്നും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കർത്താവ് നേരത്തെ പറഞ്ഞിട്ടില്ലയോ എന്നെ ഭൂമിയിലെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ? എനിക്ക് ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എനിക്ക് എന്റെ കർത്താവ് സ്വർഗവും മാത്രം, സ്വർഗത്തിലെ കാര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യാം. എനിക്ക് ഭൂമിയിലെ കാര്യം ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. അതുകൊണ്ട് എനിക്ക് ഭൂമി ഒരു കാര്യവും ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും പോയി കിടന്ന് അങ്ങനെ ഓരോന്ന് കാണാതെ എനിക്ക് കരച്ചിലാണ്. ഇന്നതല്ല, കരച്ചിൽ പോയി. എന്റെ സൃഷ്ടാവായ ഭർത്താവ് ഈ അച്ഛനുള്ളതിനേക്കാൾ നല്ലവണ്ണം ചെയ്തു തരുവാൻ കഴിവുള്ളവൻ എന്റെ കൂടെ ഉണ്ട്. ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് ഭയങ്കര ബലം കിട്ടി. എന്നെ കർത്താവ് നിർത്താൻ ഉപയോഗിച്ച ഒരു മുഖാന്തരം ഇത്രയും വചനങ്ങളായിരുന്നു. അതിനാരും വിമർശിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ബലപ്പെട്ട് നിന്നു, എനിക്ക് ബലം കിട്ടി. ഞാൻ എന്റെ കർത്താവ് വിശ്വസിച്ച് എനിക്കൊരു കിരീടം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ മോളെ, നീ ഇത്ര എന്നെ വിശ്വസിച്ചന്, നിനക്ക് ഇതാ ഒരു കിരീടം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ദിവസം കിട്ടും. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തിന്റെ ഒരു കിരീടം. കാരണം അത്ര ഞാൻ വിശ്വസിച്ചു. കാരണം കർത്താവിന് കഴിയുമെന്നല്ല വരട്ടെ വാ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കർത്താവിന് ഇത് കഴിയും. എന്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അതോടുകൂടെ ഞാൻ എന്ത് ചെയ്തു? എന്റെ ഹൃദയത്തിൽ നിന്ന്, എന്റെ മനസ്സിൽ നിന്ന്, എന്റെ ചിന്തയിൽ നിന്ന് എന്ത് ചെയ്തു? ഹല്ലേലൂയ അച്ചായന്റെ ആ ദുഃഖങ്ങളും ചിന്തകളും അങ്ങനെ ഒരു ഭാവമോ എന്റെ ജീവിതത്തിൽ ഇല്ലാതെ കംപ്ലീറ്റ് പോയി. അങ്ങനെ കർത്താവ് എന്നെ ബലപ്പെടുത്തുവാനിടയിൽ 3 മാസം അച്ഛൻ പോയിട്ട് 3 മാസമായ സമയത്ത് 3 വർഷമായ ഒരു സാലി എന്റെ ചേട്ടത്തിന്റെ വീട്ടിലേക്ക് കടന്നു. 3 വർഷം ഭർത്താവ് മരിച്ചിട്ട് 3 വർഷം ആ സാലി അവിടെ കടന്നു വന്നപ്പം ഈ സാലിക്ക് എന്തെന്നറിയാമോ? അവിടെ പുള്ളിക്കാരിക്ക് ഇന്നും സ്വസ്ഥതയില്ല.
ഇന്നും തനിയെ ആ റൂമിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കരച്ചിലും ഭാരവുമാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, മകളെ, 3 മാസമായ സാലി, നീ ഇവളെ ബലപ്പെടുത്ത. 3 വർഷമായവളെ എന്ത് ചെയ്യണം? നീ ബലപ്പെടുത്തണം. അതിനുള്ള പവറാണ് ഞാൻ നിന്നിൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവളോട് ഞാൻ പറഞ്ഞു, എന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാൻ ബലപ്പെട്ടത് പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ ധൈര്യപ്പെടാടിയത്. അവൾ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ആരുമില്ല. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. എനിക്ക് ഒറ്റപ്പെടലാണ്. എന്റെ കൂടെ ആരുമില്ല. ഞാൻ തനിയേ ഉള്ളൂ. സ്തോത്രം. ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ പോയപ്പോ എന്നെ എല്ലാവരെയും കൈവിട്ടു. ഉടനെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പാട്ട് പാടികളെ ബലപ്പെടും. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആര് മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ ഈ പാട്ട് പാടി അവൾക്ക് ബലം പകരുകയാണ്. എന്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരു വിശ്വാസം പകർന്നു തന്നതുകൊണ്ട്, എന്റെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിച്ചതുകൊണ്ട് എനിക്കിന്ന് അനേകരെ ബലപ്പെടുത്തുവാൻ കഴിയും, അനേകരെ ശക്തീകരിക്കുവാൻ കഴിയും. ഇപ്പോൾ എനിക്ക് വിധവമാരോടാണ് കൂടുതൽ സ്നേഹം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ക്യാമ്പിൽ എറണാകുളത്ത് പോയപ്പോൾ അവിടെയുള്ള വിധവമാരുടെ മുഴുവൻ ഫോൺ നമ്പർ എഴുതി 45-40 വിധവമാരുടെ ഫോൺ നമ്പർ എഴുതി. എന്തിനാണ്? ഒറ്റപ്പെട്ടിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന, ആരും സ്നേഹിക്കാനില്ലാത്ത ആ വിധവമാരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. എന്റെ ഹൃദയം ദൈവം ഒരു ഭാരം തന്നു. എനിക്ക് നമുക്കറിയത്തില്ല, അനുഭവത്തിൽ കൂടെ പോകുമ്പോഴാണ് ഓരോന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ഇല്ലായ്മയുടെ വേദന മനസ്സിലായി. എല്ലാ വേദനകളും നമുക്ക് മനസ്സിലാവും. ഭർത്താക്കന്മാർ ദൈവത്തിന് വരാതെ അനേക ജീവിതങ്ങൾ കഷ്ടപ്പെടുന്ന സഹോദരിമാർ, അവർക്ക് ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ വിഷയം എന്താണ്? അതുപോലെ തലമുറയില്ലാത്തവരുടെ വിഷയം, അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. ഭർത്താക്കന്മാർ നഷ്ടമായി പോയത്, അങ്ങനെയുള്ള ഓരോരുത്തരുടെയും വിഷയത്തിന്റെ വേദന മനസ്സിലാക്കി കഴിയുമ്പോൾ വേദനയുടെ ആഴത്തിൽ നമുക്ക് എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം അവർക്ക് ഏത് വിധത്തിൽ അവരെ ഹല്ലേലൂയ, സ്തോത്രം അവർക്ക് ആശ്വാസമായി തീരണമോ അതിന് മുന്നോട്ട് നീങ്ങുവാനുമായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എന്റെ കർത്താവിന് വേണ്ടി എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്റെ കർത്താവിന്റെ പ്രാണപ്രിയന് വേണ്ടി എന്റെ പ്രാണപ്രിയനെ ഉയർത്തിക്കൊണ്ട് എന്റെ പ്രാണപ്രിയനെ എവിടെയൊക്കെ അയക്കുന്നു അവിടെയെല്ലാം കടന്നുപോയി എന്റെ പ്രിയനെ ഉയർത്തണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം ബഹറിന്റെ പ്രദേശത്ത് കടന്നു പോകുമെന്ന് കർത്താവ് നേരത്തെ ദൂത് പറഞ്ഞു. പക്ഷേ ഞാൻ ചിന്തിച്ചില്ല, ഞാൻ തന്നെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ കർത്താവ് ഹല്ലേലൂയ, സ്തോത്രനെ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് ബഹറിൽ കർത്താവ് കൊണ്ടുപോയി. അവിടെ പല ചർച്ചകളിൽ കടന്നുപോയി കർത്താവിനെ സാക്ഷിക്കുവാൻ, വചനം പറയാനൊക്കെ ദൈവം അനേക ഭവനങ്ങളിൽ കടന്നു പോകാൻ എല്ലാം കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആ വാഗ്ദത്വവും കർത്താവ് നിവർത്തിച്ചു. കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് വാക്കു മാറാത്തവനാണ്. ഇനിയും കർത്താവ് എവിടെയൊക്കെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുവാൻ എന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ബഹറിനെ വെച്ച കർത്താവ് എനിക്ക് ഭയങ്കര ആത്മഭാരം ദൈവം തന്നിട്ടുണ്ട്. അനേക ജീവിതങ്ങളെ ഹല്ലേലൂയ കാണുമ്പോൾ ഞാൻ കരയുമായിരുന്നു. സ്തോത്രം. ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മദ്യപിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള ഓരോ പാപസ്വഭാവമുള്ളവരെ കാണുമ്പോൾ അന്നൊക്കെ എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. സ്തോത്രം. ഗാർഡനിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ഗാർഡനിൽ സന്തോഷിക്കാൻ ശ്രദ്ധിക്കത്തില്ല. അവിടെ നിന്ന് ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഹല്ലേലൂയ അതൊന്ന് ആത്മഭാരം, ആ ആത്മഭാരത്തോടുകൂടി ഇനിയും അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും
യഹൂദരിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുന്നു. കർത്താവിന്റെ വചനപ്രകാരം എന്റെ കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ എന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഇന്നും ഈ അരോമ ടിവിയിൽ ഈ ഒരു സാക്ഷ്യം പറയാൻ ദൈവം അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാൻ വേറൊരു ഇതുപോലൊരു ഒരു ഗ്രൂപ്പിൽ ഇതുപോലെ എത്ര അച്ചാനുള്ളപ്പോ ഞാൻ ചോദിച്ചു, അച്ചാനുള്ളപ്പോ. എന്നാൽ എനിക്ക് വളരെ വേദന. പക്ഷേ എനിക്ക് തരാമെന്ന് പറഞ്ഞതല്ല, എനിക്ക് തന്നില്ല, അവസരം തന്നില്ല. ബഹറിൽ ചെന്നപ്പോൾ ബഹറിൽ ആ ദേവദാസനെ അറിയുന്ന സഹോദരി പറഞ്ഞതുപോലെ സാലിന്ന സഹോദരി നേരത്തെ തൊട്ട് തന്നതാണ്, അതുകൊണ്ട് പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു. ഡിസംബർ തരാമെന്ന് തന്നില്ല. ദൈവം എന്നെ നിർത്താൻ കണ്ടത് എവിടെയാണ്? ആദ്യം അരോമ ടിവിയിലാണ്. ഹല്ലേലൂയ. ദൈവം, അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. ഇത് ഒരു ദൈവദാസി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞതിന് മുമ്പായി തന്നെ വേറൊരു ദൈവദാസി കർത്താവിന്റെ ദാസനോട് എന്റെ സാക്ഷ്യം ചെറുതായിട്ട് 10 മിനിറ്റത്തെ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ദൈവദാസി കർത്താവിന്റെ ദാസനോട് പറഞ്ഞപ്പോൾ ആ ദൈവദാസൻ അത് ഏറ്റെടുത്തിട്ട് സ്തോത്രം, എനിക്ക് ഇങ്ങനെ ഒരു അവസരം എത്ര പെട്ടെന്നാണ് ഇങ്ങനെ അവസരം നൽകിയത്, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഇതിനകത്തെ ഓരോ സാക്ഷ്യങ്ങളും എന്തോ അനുഗ്രഹമാണ്. എത്രയോ പേരാണ് പറയുന്നത് അരോമ ടിവിയിലെ ആ സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് വിടുതലായി. എന്നോട് എനിക്കറിയാവുന്ന പലരും പറയാറുണ്ട്, അരോമ ടിവിയിലെ സാക്ഷ്യത്തിലൂടെയാണ്. ഒരു ഡോക്ടർ അനിത ബഹറിലുണ്ട്. ആ ഡോക്ടർ അനിത പറഞ്ഞു, അരോമ ടിവിയിലെ സാക്ഷ്യത്തിലൂടെയാണ് ഞാൻ ചർച്ചിപ്പാനിടയിൽ തീർന്നത്, ഇന്ന സാക്ഷ്യം കേട്ടാണ് അവിടെ ഞാൻ വിടുതൽ പ്രാപിച്ചത്, ഇന്ന സാക്ഷ്യം കണ്ട് സ്ഥാനപ്പെട്ടത്. അങ്ങനെ അരോമ ടിവിയിലെ ഈ സാക്ഷ്യത്തിലൂടെ ഒത്തിരി ജീവിതങ്ങൾ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവകൃപയിലായിട്ടും ഹല്ലേലൂയ സ്തോത്രം അനേകർ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അരോമ ടിവി കർത്താവിന്റെ നാമം ഹല്ലേലൂയ സ്തോത്രം. അതെ, അനേക ജീവിതങ്ങൾ യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുക, കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കുക, അനേക രക്ഷയുടെ സന്തോഷം ലഭിപ്പാൻ, സ്നാനപ്പെടുവാൻ, യഥാർത്ഥമായി വേർപെട്ട ആരാധനയിലേക്ക് വരുവാൻ, അങ്ങനെ ഒരു സ്വർഗീയ ദർശനമുള്ളവരായി തീരുവാൻ ഈ അരോമ ടിവി മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ ദാസനെ അതിനെ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും സമയം നൽകി തന്ന കർത്താവിന്റെ ദാസനോടുള്ള അരോമ ടിവിയിലുള്ള ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമ മഹത്വം എടുക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. തികച്ചും വ്യത്യസ്തമായ സമാനതകളില്ലാത്ത അനുഭവങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സാലിയാൻറ്റിയിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യം മാധുര്യമേറിയതാണെങ്കിലും അതിൻ്റെ അനുഭവങ്ങൾ വളരെ വേദന നിറഞ്ഞതാണെന്ന് അതിൻ്റെ മറുവശം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ബാല്യം മുതൽ 9 മക്കളിൽ ഒരാളായി ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം ജീവിത പങ്കാളി കടന്നു വന്നു, വിവാഹം നടന്നു. അങ്ങനെ ബഹ്റൈനിൽ കടന്നു പോകുവാനിടയായി തീർന്നു. നല്ല യൗവനത്തിൽ തന്നെ കർത്താവിനെ കുറിച്ചുള്ളതായ ആ അതിയായ ദാഹം, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ദൈവവുമായിട്ടുള്ള ആ ആഴമായ ഒരു സ്നേഹം, ഒരു ബന്ധം ഹൃദയത്തിൽ ഇങ്ങനെ തുളുമ്പി നിന്ന ഒരു ബാല്യകാലം, ഒരു യൗവനകാലം. പല കുഞ്ഞുങ്ങളും യൗവനക്കാരും ഒക്കെ തെറ്റിപ്പോകുന്ന, പാപം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടേതായ ഇഷ്ടത്തിൽ അവരുടേതായ ലോകത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ പ്രായത്തിൽ പ്രിയ കർത്താവിൻ്റെ ദാസി കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും തുളുമ്പുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്നത്തെ തലമുറയ്ക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും മാതൃകയുള്ള ആ ഒരു ബാല്യം, ആ ഒരു യൗവനം ഇന്ന് കുഞ്ഞുങ്ങളെ ഒക്കെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ, ദൈവത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുവാൻ, ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കുവാനൊക്കെ വളരെ ബുദ്ധിമുട്ട്.
എത്ര ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് ദൈവസ്നേഹം അവരിലില്ല, കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. അതിനുവേണ്ടി മാതാപിതാക്കന്മാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മർത്തോമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ യേശുവിൻ്റെ സ്നേഹത്തെ മുറുകെ പിടിച്ച കർത്താവിൻ്റെ ദാസിയെ ദൈവം കൈവിട്ടില്ല, ചേർത്ത് നിർത്തി. ബഹ്റൈനിൽ ചെന്ന് അവിടെ ഒരാത്മീയ കൂട്ടായ്മയുമായി സംബന്ധിച്ച് അവിടെ വെച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചു, തൻ്റെ ജീവിത പങ്കാളി മറ്റു വിശ്വാസത്തിൽ, മറ്റൊരു പശ്ചാത്തലത്തിൽ നിൽക്കുന്നു. അദ്ദേഹം കൂടെ ആരാധനയ്ക്ക് കടന്നു വരുന്നില്ല എങ്കിൽ പോലും മുറുകെ പിടിച്ച വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്ന് ആ ചെറുപ്പത്തിൽ തന്നെ, ആ നല്ല യൗവനത്തിൽ കർത്താവിനെ ആരാധിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ വേരൂന്നുവാൻ, അല്പം പോലും പതറിപ്പോകുവാനോ വിട്ടുകൊടുക്കുവാനോ ഇടവന്നില്ല. കുടുംബജീവിതമായല്ലോ, കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ആ നാളുകൾ. ആ സമയത്ത് ഒരു ദൈവീയ ദർശനത്തെ ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞിൻ്റെ പേര് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറിൽ എഴുതി വയറ്റത്തൊട്ടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് നടന്നതായ ആ നാളുകൾ, സമാനതകളില്ലാത്ത ഒരു ദർശനമാണത് എന്ന് ഞാൻ ഇതുവരെ ഒരുപാട് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഒക്കെ മനസ്സിലായിട്ടുണ്ട്, അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് സ്റ്റിക്കറിൽ കുഞ്ഞിൻ്റെ പേരെഴുതി വയറ്റത്തൊട്ടിച്ചുകൊണ്ട് ആരും അറിയാതെ വിശ്വാസത്തോടുകൂടി ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആ കുഞ്ഞിനോട് സംസാരിക്കുന്നു, സമയങ്ങൾ ചിലവഴിക്കുന്നു. പിന്നീട് ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നു. അല്പം വൈകിയാലും അത് താമസിക്കുകയില്ല എന്നുള്ള വചനപ്രകാരം അത് നിവർത്തിക്കപ്പെടുന്നു. 2 കുഞ്ഞുങ്ങളെ, ഒരാളെ അല്ല 2 കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ആ 2 കുഞ്ഞുങ്ങളെയും വിശ്വാസത്താൽ ഗർഭം ധരിച്ചു. അവരെ രണ്ടുപേരെയും അക്ഷരാർത്ഥത്തിൽ തന്നെ അവരെ ദൈവം ദാനമായി കൊടുക്കുവാനും ഇടയായി തീർന്നു. അവർ രണ്ടുപേരും ഇന്ന് 2 ഇടങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് ആയിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം പ്രിയ ദാസിയുടെ ജീവിതത്തിൽ നിഴലിച്ചു നിന്നത് വ്യത്യസ്ത നിലകളിലും വ്യത്യസ്ത ഇടങ്ങളിലും വ്യത്യസ്ത തലങ്ങളിലുമാണ്. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിൽ പോലും അതിൻ്റെയൊക്കെ നടുവിൽ വില കൊടുത്ത് നിന്ന ഒരു വിശ്വാസം. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ആ മറിയ കർത്താവിൻ്റെ പാദപീഠെ ഇരുന്ന് ആ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ആ വിശ്വാസത്തിന് വേണ്ടി മുറുകെ പിടിച്ച് ഉറച്ചു നിന്നു. ഏറ്റവും ഒടുവിലായിട്ട് തൻ്റെ ജീവിത പങ്കാളി വിശ്വാസത്തിൽ വരുന്നില്ല എന്നുള്ള ആ ഒരു സാഹചര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം ആ ഉടുപ്പിട്ടുകൊണ്ട് പുറകിൽ വന്നിരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന ആ ഒരു രംഗവും ശ്രദ്ധിക്കപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞു. ഈ സമീപകാലത്ത്, അടുത്ത കാലത്ത് തൻ്റെ പ്രിയതമൻ, താൻ പ്രത്യാശ വച്ച തൻ്റെ പ്രിയൻ്റെ അടുക്കലേക്ക്, ആ സ്വർഗീയ കൂടാരത്തിലേക്ക് താനെ വാത്സല്യ കുടുംബത്തെ, പ്രിയ സഹോദരിയെ വിട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഇതെല്ലാം ജീവിതത്തിൽ വന്നപ്പോഴും മക്കളെക്കാൾ ഉപരിയായി, ഭർത്താവിനേക്കാൾ ഉപരിയായി താൻ പ്രിയം വച്ച തൻ്റെ കർത്താവിലുള്ള പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്ന കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ എന്തും പറഞ്ഞുകൊള്ളട്ടെ, സമൂഹം എന്തും പറഞ്ഞുകൊള്ളട്ടെ, വീട്ടുകാരും നാട്ടുകാരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, നാം വിശ്വസിച്ചിരിക്കുന്നത് വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം അന്ത്യത്തോളം വഴി നടത്തുവാൻ ശക്തനാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്ന ദാനങ്ങൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് കൈവിട്ടു പോയേക്കാം, നഷ്ടപ്പെട്ടു പോയേക്കാം, പല നിലകളിൽ അത് മാറ്റപ്പെട്ടേക്കാം. പക്ഷേ ഒരിക്കലും നഷ്ടപ്പെടാത്ത ശ്രേഷ്ഠമായ നിത്യമായ ദാനമാണ് ദൈവത്തിൻ്റെ ദാനമായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു കർത്താവിനെ മുറുകെ പിടിക്കുവാനും ആ കർത്താവിനുള്ള സ്നേഹം നിലനിർത്തുവാനും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി കൊടുക്കുന്ന ആ നല്ല വിലയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും തന്ന് ദൈവം പിന്നെ അനുഗ്രഹിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമായി കർത്താവിൻ്റെ ദാസി തൻ്റെ ശുശ്രൂഷകൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരസ്യങ്ങളിലൂടെയും വിവിധ ശുശ്രൂഷകളിലൂടെയും ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നത് പോലെ അരോമ TV ഈ ചാനലിലൂടെ കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം ആയിരക്കണക്കിന് ആളുകൾക്ക്
ആശ്വാസവും പ്രത്യാശയും വിശ്വാസവും കർത്താവിലുള്ള സ്നേഹവും വർദ്ധിച്ചു വരുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുക. പലപ്പോഴും നമുക്കൊന്നും കഴിയാത്ത പല കാര്യങ്ങളാണ് ഈ സാക്ഷ്യത്തിലൂടെ നാം കേട്ടത്. വിശ്വാസമൊക്കെ നമ്മൾ പറയും വിശ്വസിക്കുകയൊക്കെ ഉണ്ടെങ്കിലും ആമേനെ അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുക എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമല്ല. അത് വെളിപ്പെടുത്തുവാൻ നമുക്കും കർത്താവ് കൃപ ചെയ്യട്ടെ. ജീവിതത്തിൽ ആമേനെ വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആമേൻ. നാം കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല, ദൈവം പറഞ്ഞ കാര്യം അത് സംഭവിക്കും. ദൈവമാണൊരു കാര്യം തന്നതെങ്കിൽ പറഞ്ഞതെങ്കിൽ അത് സംഭവിക്കും. അത് അക്ഷരീകമായ നഗ്നനേത്രങ്ങൾ കൊണ്ടല്ല കാണേണ്ടുന്നത്, പകരം നാം ദൈവശബ്ദം വിശ്വാസത്താലാണല്ലോ കേൾക്കുന്നത്. അതുപോലെ വിശ്വാസത്താൽ നമ്മൾ ദൈവീയ വാഗ്ദത്തങ്ങളെ, ദൈവം പറഞ്ഞ കാര്യങ്ങളെ ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അതിന് എതിരായിട്ട് ഉയരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അവിശ്വാസത്തിലേക്കും പിന്മാറ്റത്തിലേക്കും അധൈര്യപ്പെടുത്തുന്നതുമായ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളും ദൈവം നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല, പകരം നാം അറിഞ്ഞ സത്യത്തിന് വേണ്ടി, നാം വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നുവോ എന്ന് അറിയുവാൻ വേണ്ടിയുള്ളതായ ഓരോ പരിശോധനകൾ മാത്രമാണ്. ഇതുപോലെയുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്നവരായിട്ടല്ല, ദൈവമേ എനിക്കെന്ത് കൊണ്ടിങ്ങനെ എന്ന് നാം ചോദിക്കരുത്. പകരം അതിനെ അഭിമുഖീകരിക്കുവാൻ, അതിജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ ദൈവത്തിൽ നിന്ന് നാം ചോദിച്ചു വാങ്ങി ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവ് തന്നതായ ആ വിശ്വാസത്തെ നാം ഉറക്കെ പ്രഖ്യാപിക്കുവാൻ, നമുക്ക് ദൈവം പകർന്നു തന്നതായ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കത്തക്ക വേണം അത് വെളിപ്പെടുത്തുവാനുള്ള വേദികളായി, അവസരങ്ങളായി നമ്മുടെ ഓരോ സാഹചര്യങ്ങളും ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവസേനയിൽ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവസേന നമുക്ക് പ്രാർത്ഥനയോട് അടുത്ത് വരാം. ദൈവം നമ്മുടെ ദൈവം. ആമേൻ. ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന സർവശക്തനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ നമ്മുടെ വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ നന്നായി അറിയുന്ന കർത്താവ് നമ്മുടെ ആത്മകണ്ണുകളെ തുറക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭൗമികമായുള്ള വേദനകളും പ്രയാസങ്ങളും വിഷയങ്ങളും ഒക്കെ നമുക്ക് അത് വളരെ ഭാരം കുറഞ്ഞതായി, നിസ്സാരമായി, ചെറുതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആകയാൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ സ്നേഹം, നമ്മുടെ കർത്താവുമായുള്ള ആഴമേറിയ ബന്ധം, ആ സ്വർഗീയ ദർശനങ്ങൾ നാം കാണുമ്പോൾ ഈ ലോകത്തിലുള്ള നശ്വരമായ, താൽക്കാലികമായ എല്ലാ ഭാരങ്ങളും, വേദനകളും, ചിന്തകളും മാറി നിത്യമായ സമാധാനം, സ്വർഗീയ സമാധാനം, സ്വർഗീയ സന്തോഷം, നിത്യമായ ഒരു ധൈര്യം, ഒരു ശക്തി നമ്മുടെ ഈ ശരീരത്തിൽ അനുഭവിപ്പാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം നമ്മെ അതിന് സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കും. ആത്മീയ കൂട്ടായ്മകൾ നമ്മെ അതിന് സഹായിക്കും. പ്രാർത്ഥന അതിന് നമ്മെ സഹായിക്കും. ആകയാൽ പ്രിയ സാലി ആൻറ്റിയുടെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ കർത്താവിന് വേണ്ടി താൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ധൈര്യപ്പെട്ട് ഓരോ ദിവസമായിരിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം, പറ്റി നിൽക്കാം. ആമേൻ. നിശ്ചയമായിട്ടും ആ സ്നേഹം, കൃപ നമ്മിലും നിറഞ്ഞു വരുവാൻ, വർദ്ധിച്ചു വരുവാൻ ആ ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. നാം ഒരുമിച്ച് ഹൃദയങ്ങളെ ആഗ്രഹമാക്കി ദൈവസന്നിധിയിൽ നമ്മെയും നമ്മുടെ വിഷയങ്ങളെയും ആമേൻ ദൈവകരങ്ങളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസി പ്രിയ സാലി ആൻറ്റി ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ പിതാവേ, അപ്പ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പ അരോമ ടിവിയിലുള്ള പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, നീ സാക്ഷ്യം കേൾക്കുന്ന ഓരോ മക്കൾക്കും ജീവിതത്തിൽ അനുഗ്രഹമാകാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഇത് കേൾക്കുന്നവർ കർത്താവേ, ഓരോ വിഷയങ്ങളിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുന്നവരാണ് കർത്താവേ. ഭർത്താക്കന്മാർ ദൈവത്തിന് വരാത്ത പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ.
വിധവമാരുള്ളവരുണ്ട് കർത്താവേ. അനേക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അപ്പച്ച. അവരൊക്കെ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ജയമെടുക്കുവാൻ തക്കോളം ദൈവകൃപ ഈ കർത്താവ് സാക്ഷ്യത്തിലൂടെ ദൈവമേ അവിടെ നെടിയാക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും കർത്താവെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓരോരുത്തരെ ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ സാക്ഷ്യത്തിലൂടെ കർത്താവെ ദൈവമേ സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ അനേകർ ആ നിത്യതയിലേക്കുള്ള ദർശനമുള്ള ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്തവർ കർത്താവെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, സ്ഥാനപ്പെടാത്തവർ സ്ഥാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിപ്പാൻ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ മോഹങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെയും കർത്താവെ സകലത്തെയും വെടിഞ്ഞ് കർത്താവെ സകലം ചപ്പൻ ചേർന്ന അപ്പോസ്തലൻ പൗലോസിനെ പോലെ കർത്താവെ എന്റെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സകലത്തെയും ലഭിച്ച് ലോകത്തിന്റെ മോഹങ്ങളെ വെറുത്തുകൊണ്ട് കർത്താവെ എന്റെ കർത്താവിനോട് പറ്റിയിരിപ്പാൻ തക്കോണം എല്ലാവരെയും കർത്താവ് സഹായിച്ചാടുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവെ സാക്ഷ്യം പറയാൻ അവസരം തരുവാൻ തക്കോണം രാമറ്റിയിലെ കർത്താവെ ദാസനെ ദൈവമായിട്ട് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേക സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ കർത്താവെ ഹല്ലേലൂയ അനേക ആയിരങ്ങൾ ലോകത്തിൽ കർത്താവെ ദൈവമേ സാക്ഷ്യം കേട്ട് വിടുവിക്കപ്പെടുന്നുണ്ടല്ലോ കർത്താവെ. കർത്താവിന്റെ ദാസനെയും ദൈവം ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. നീ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞവരെയും നീ സാക്ഷ്യം പറയാനുള്ളവരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എല്ലാവരുടെയും കർത്താവെ എല്ലാ സാക്ഷ്യങ്ങളുടെയും കർത്താവിന്റെ പൊന്നുനാമം മാത്രം മഹത്വം എടുക്കുക ഇടയാക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിന്റെ വരവിനെ ഞങ്ങൾ എല്ലാം ഒരുക്കുമാറാകണമേ കർത്താവെ. സ്തോത്രം ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. ഇന്ന് സാക്ഷ്യം പറയുന്ന കർത്താവിനെ ബലപ്പെടുത്തിയതായി സ്തോത്രം. നന്ദി അപ്പ, നന്ദി. സകലമാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും കർത്താവിന് മാത്രം പ്രാർത്ഥനയായി സ്തുതിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. 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 വളരെ നന്ദി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സാലിയാൻ്റെ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സം തന്ന ദൈവം മാനിക്കട്ടെ. ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് പ്രയോജനപ്പെടുത്തിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony 20